ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജിബ്രീൽ കണ്ട നരകം എന്ന് വിഷയം വെച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ നരകമാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി നരകത്തിന്റെ പല ഭാഗങ്ങളും പല ഓരങ്ങളും പല കാഴ്ചകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. നരകത്തിൽ പല സ്വഭാവക്കാർ, പല പ്രശ്നക്കാർ, പല വിഷയം, പല രീതിയിൽ വിഷമം അനുഭവിക്കുന്നവർ, പീഡനം അനുഭവിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ലമ്മാ ഖലഖല്ലാഹു തആല അൽ ഖൽഖ ഖലഖൽ ജന്നത വന്നാറ വഖലഖ ലഹുമാ അഹ്ല ഔ കമാ ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് ശേഷം അല്ലാഹു സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു. അതിനുശേഷം ആ നരകത്തിന്റെ അവകാശികളെ സ്വർഗത്തിന്റെ അവകാശികളെ വേർതിരിച്ച് തരംതിരിച്ച് അല്ലാഹു അവരെയും സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധമായ ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ അറിയിച്ചു. വഖലഖ ലഹും അഹ്ല. ശേഷം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കലാണ് അവന്റെ പേര് അല്ലാഹു സ്വർഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫളലം മിൻഹു, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അവന്റെ ഔദാര്യമാണ്, അവന്റെ ഫളലാണ്. ഇനി അതല്ല നരകമാണ് അല്ലാഹു അവന് വിധിച്ചതെങ്കിൽ അദ്ലൻ മിൻഹു, അത് അല്ലാഹുവിന്റെ നീതിയാണ്. നീതിക്ക് നിരക്കാത്തതൊന്നും അല്ലാഹു ചെയ്യുകയില്ല. അവന്റെ ഏട് പരിശോധിച്ച് അവന്റെ പ്രവർത്തികൾ കാരണമായിട്ട് മാത്രമാണ്, നീതിയുടെ പേരിലാണ് അള്ളാഹു വിധി കൽപ്പിച്ച് അവനെ നരകത്തിലേക്ക് എറിഞ്ഞത്. അതല്ലാതെ കണ്ട് സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിച്ചത് ഒരു വ്യക്തിപരമായി ആരോടെങ്കിലും സ്നേഹമോ ഔദാര്യമോ കൊണ്ടൊന്നുമല്ല. അവന്റെ നന്മകളുടെ പേരിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പടച്ചവന്റെ ഔദാര്യത്തോടു കൂടിയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ നമുക്ക് സ്വർഗവും നരകവും നമുക്ക് വെളിപ്പെടുത്തി മനസ്സിലാക്കി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്നവർ, നരകത്തിലേക്ക് പോകുന്നവർ, ഇതൊക്കെ നമ്മളെ നേരത്തെ സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തി, നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. അതിനാണല്ലോ സ്വർഗവും നരകവും അള്ളാഹു ആദ്യമേ സൃഷ്ടിച്ചത്. നല്ലവർക്ക് സ്വർഗമെന്നും മോശമായവർക്ക് നരകമെന്നും ഒക്കെ ഖുർആനിലും ഹദീസുകളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചതിന്റെ കാരണം അത് തന്നെയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ദഹറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം നമ്മളെ അറിയിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാ തആലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീഹി فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل واغلالا وسعيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നരകത്തെക്കുറിച്ചുകൂടെ പരിചയപ്പെടുത്തി. നരകത്തെക്കുറിച്ച് അല്ലാഹുവിടെ പരിചയപ്പെടുത്തിക്കാൻ മനുഷ്യനൊന്നുമില്ലാതിരുന്നു, അവനെക്കുറിച്ചൊരു ചർച്ച പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ഈ ലോകത്ത് നാം കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവന് നാം ജീവൻ നൽകി, അവന് നല്ല കണ്ണ്, മൂക്ക്, സൗന്ദര്യം, ആകാര സൗഷ്ഠവം, അങ്കലാവണ്യം എല്ലാം നാം നൽകി. പക്ഷേ ഇതെല്ലാം ഈ മനുഷ്യന് നാം നൽകിയത് അവനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു കണ്ണ് തന്നത്, കാത് തന്നത്, ഹൃദയം തന്നത്, ഓരോരോ അവയവങ്ങൾ തന്നത്, പഞ്ചേന്ദ്രിയം തന്നത്, ഇതെല്ലാം മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്. നബ്തലീഹി. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അല്ലാഹു ഇവിടെ ആദ്യം മൗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നെയാണ് ഹയാത്തിനെ കുറിച്ച് പറയുന്നത്. ആദ്യം മരണത്തെ കുറിച്ചാണ് അല്ലാഹു ആദ്യം നമ്മൾ സൂചിപ്പിക്കുക. കാരണം എന്താ, നമ്മൾ മറന്നു പോകുന്ന കാര്യമാണല്ലോ.
മരണം നമ്മൾ എപ്പോഴും മറന്നു പോകുന്നത്. ആരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല, ആർക്കും ഇഷ്ടമല്ല. ആദമിന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യമാണ്. ഇസ്നാനി യക്റഹുമാ ഇബ്നു ആദം യക്റഹുൽ മൗത വയക്റഹു ഖില്ലത്തുൽ മാൽ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദമിന്റെ മക്കൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രണ്ട് കാര്യമാ. ഒന്ന് യക്റഹുൽ മൗത, അവൻ മരണത്തെ വെറുക്കുകയാണ്. മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആദമിന്റെ മോൻ. ആരും ഇഷ്ടപ്പെടൂലല്ലോ. നിസ്കാരമില്ല, നോമ്പില്ല, ഇബാദത്തില്ല. പെട്ടെന്ന് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ കയറുമ്പോ അവൻ തന്നെ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് ദുആ അർപ്പിക്കണേ, ഉസ്താദിനെ കൂടെ ദുആ അർക്കണേ, ദുആ ചെയ്യാൻ പറയണേ, മക്കളെ എന്ത് സഹായമാണല്ലോ പള്ളിക്ക് ചെയ്തു കൊടുക്കുക, എങ്ങനെയെങ്കിലും വാപ്പായി ഒന്ന് രക്ഷപ്പെടുത്തണേ. മനുഷ്യൻ പറയുന്ന വാക്കാണ്, എങ്ങനെ രക്ഷപ്പെടണം, മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണല്ലോ എത്ര ഇബാദത്തില്ലാത്തവരും പള്ളിയുമായി ബന്ധമില്ലാത്തവരും അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ കഴിയുമ്പോൾ ഐസിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ദുആ ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം. അതിനുവേണ്ടി ദ്വാരക്കാൻ പറയുള്ളൂ. ഈമാനോട് മരിക്കാൻ വേണ്ടി ആരും ദ്വാരക്കാൻ പറയാറില്ല. ഐസു കിടക്കുന്ന ഒരാള് ഈമാനോട് അദ്ദേഹം മരിക്കണമെങ്കിൽ ഈമാനോട് മരിക്കട്ടെ എന്ന് വേണ്ടി ദുആ ചെയ്യാൻ പറയല്ല. രക്ഷപ്പെടണം. യക്റഹുൽ മൗത, മരണത്തെ മനുഷ്യൻ വെറുക്കുന്നു. വയക്റഹു ഖില്ലത്തുൽ മാൽ, സാമ്പത്തികമായ മാന്ദ്യം, സാമ്പത്തിക കുറവ്, സാമ്പത്തികത്തിൽ ന്യൂനത വരൽ മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. സമ്പത്ത് കുറഞ്ഞു പോയാൽ കുടുംബത്തിൽ പ്രശ്നം, അയൽപക്കത്തിൽ പ്രശ്നം, നാട്ടുകാർ തമ്മിൽ പ്രശ്നം, പാർട്ടിക്കാർ വിട്ടുപോവുകയാണ്, സുഹൃത്തുക്കൾ വിട്ടുപോവുകയാണ്, സഹപ്രവർത്തകർ, സഹപാഠികർ, സഹയാത്രികർ എല്ലാം അകന്നു പോവുകയാണ്. എന്തേ? ഖില്ലത്തുൽ മാൽ, സാമ്പത്തികമായ മാന്ദ്യം. വിദേശത്തു നിന്ന് പോലും ആളുകളെ പറഞ്ഞുവിടുന്നത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിലാണ്. സമ്പത്ത് കുറവ്, കൂട്ടുകാരൻ നഷ്ടപ്പെടും, കൂട്ടുകാരും കാണൂല. ഖില്ലത്തുൽ മാൽ, സാമ്പത്തികമായി കുറവ് വന്നാൽ കൂട്ടുകാരും കാണൂല, സുഹൃത്തുക്കളും കാണൂല. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ സുഹൃത്തുക്കളും കാണുള്ളൂ, പെണ്ണും പിള്ളയും കാണുള്ളൂ, മക്കളും കാണുള്ളൂ, നാട്ടുകാരും കാണുള്ളൂ. ഈ രണ്ട് കാര്യം ആദമിന്റെ മക്കൾക്ക് വെറുപ്പാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ അല്ലാഹു തആല ഖുർആനിലൂടെ ആദ്യം മരണത്തെ നമ്മുടെ മുന്നിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലദീ ഖലഖൽ മൗത് വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണത്തെയും ജീവിതത്തെയും ഒരു ചോദ്യചിഹ്നമാക്കിയവൻ ആരാണ്? ആ രണ്ട് ഘട്ടങ്ങളിലും പരീക്ഷണ വിധേയനായി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവനാരാ? ഇതറിയുന്നതിന് വേണ്ടി മരണത്തെയും ജീവിതത്തെയും ഒരു ചോദ്യചിഹ്നമാക്കിയവൻ, ഒരു പരീക്ഷണമാക്കിയ നാഥാ, നീ മഹോന്നതനല്ലേ, നീ ഉത്കൃഷ്ടനല്ലേ. അല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവന്റെ കൈകളിലാണെല്ലാം. നിനക്ക് ഒരു ചോദ്യചിഹ്നമാക്കി വെച്ചിരിക്കുകയാണ് മരണം. എത്ര പേരാ പെട്ടെന്ന് മരിക്കുന്നത്, എത്ര പേരാ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. വളരെ പെട്ടെന്ന്. നഊദു ബില്ലാഹി, അല്ലാഹു പെട്ടെന്നുള്ള മരണത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പല സൂറത്തുകളിലൂടെ നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് ഒക്കെ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. നരകത്തെ പറഞ്ഞു വരുന്ന ഭാഗത്ത് അല്ലാഹു പെട്ടെന്ന് തന്നെ സ്വർഗത്തെ കുറിച്ചും പറയും. അതാണ് അല്ലാഹുവിന്റെ തർത്തീബ്. നിങ്ങൾ എവിടെയൊക്കെ ഖുർആൻ എടുത്ത് ചോദിക്കോളി. നരകത്തെ പറഞ്ഞു മനസ്സിനെ പേടിപ്പിച്ചിട്ട് അവസാനം അള്ളാഹ് കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തെ പറഞ്ഞിട്ടാണ്. സന്തോഷിപ്പിക്കാൻ പറ്റും. കുട്ടികളെ വാപ്പ അടിച്ചടിച്ച് നല്ല പൊട്ടിച്ചു കൊടുത്തിട്ട് അവൻ കരഞ്ഞാൽ നിലവിളിക്കും. അവസാനം വന്നിട്ട് വാ മോനെ, മിഠായി മേടിച്ചരാം, പൊറോട്ട മേടിച്ചരാം, ഇനി മേലെ നീ കളിക്കാൻ പോരുത്, വഴക്കുണ്ടാക്കാൻ പോരുത് കേട്ടോ, ഇനി മേലെ അങ്ങനെ ചെയ്യില്ല കേട്ടോ. വാപ്പാക്ക് ഭയങ്കര വിഷമമായി പോകും, വാപ്പാക്ക് ഒരു ദേഷ്യമായി പോകും. അതുകൊണ്ട് നമുക്ക് വന്നു ബൈക്കിൽ കയറ്റി വെച്ചിട്ട് മിഠായി, ഐസ്ക്രീം ഒക്കെ മേടിച്ചെടുക്കുമ്പോൾ അവന്റെ പ്രശ്നം കൊണ്ട് തീർന്നു. ഇതേപോലെ അള്ളാന്റെ പണി. നരകത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ച് മനസ്സിൽ കഷ്ടപ്പെട്ട് വിഷമിച്ച് വരുമ്പോൾ അവസാനം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് അള്ളാഹു സന്തോഷിപ്പിക്കും. എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോയിക്കോളും. ഖുർആനിലെ എവിടെ വേണമെങ്കിലും എടുത്തോക്കും. ഒരായത്തെങ്കിലും സ്വർഗത്തെ കുറിച്ച് അള്ളാഹു തആല പറയാതിരിക്കൂല. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തെറ്റ് ചെയ്യുന്നവരുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് നരകത്തിൽ ഇടുന്നതിന്റെ അവസ്ഥകളെ കുറിച്ചെല്ലാം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അങ്ങനെ തുടങ്ങി കുറേ ആയത്തുകൾ അല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നിട്ട് സിനാ ചെയ്യുന്നവർ, വ്യഭിചരിക്കുന്നവർ, അല്ലാഹുക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, കള്ളം പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ, ഇതുപോലുള്ള ഒരുപാട് അധർമ്മങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്.
അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇവർക്കൊക്കെ നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുന്ന കൂട്ടത്തിൽ അതേ ആയത്തിൽ തന്നെ അതേ വരിയിൽ തന്നെ അല്ലാഹു പറയുന്നത് والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. രാത്രി പാതിരാത്രി എഴുന്നേറ്റ് ആ മനുഷ്യർ സദ്വൃത്തരായ മനുഷ്യരുടെ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹ് എന്നുള്ള ചോദ്യമാണ്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമാ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, അതിൽ നിന്ന് തിരിച്ചു കളയണമേ, തെറ്റിച്ചു കളയണമേ. ഏറ്റവും ദുഷിച്ച സങ്കേതമാ, ഏറ്റവും മോശമായ താവളമാണ്, ദുർഘടം പിടിച്ച പാതയാണല്ലാ, അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ നാഥാ. പാതിരാ സമയം അള്ളാഹ് പറഞ്ഞു വെക്കാതെ വല്ലതിനെ യബീത്തൂന റബ്ബിയും, പാതിരാത്രി എഴുന്നേക്കണം. നമുക്ക് കിട്ടിയ സമയത്തല്ലേ നമ്മൾ പകൽ സമയത്തല്ലേ ദുആ ചെയ്യാൻ തയ്യാറാവുള്ളൂ. രാത്രി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയം അതാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. ആശയോടും ആശങ്കയോടും സ്നേഹത്തോടും സന്തോഷത്തോടും പ്രതീക്ഷയോടും പടച്ച തമ്പുരാനോട് പാർശ്വങ്ങളെ വിരിപ്പുകളിൽ നിന്ന് വിടർത്തിയിട്ട് അള്ളാന്റെ ദർബാറിലേക്ക് തിരിഞ്ഞ് റബ്ബിനോട് ചോദിക്കുന്നവരുണ്ടല്ലോ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർക്ക് ഉറക്കം നന്നേ കുറവാണ്. അവർക്ക് ഉറക്കമില്ല, ആർക്കുറക്കമില്ല. നമ്മൾ ഉറങ്ങാത്ത എന്തിനാ? രാവിലെ ചന്തയ്ക്ക് പോകണം, രാവിലെ ജോലിക്ക് പോകണം, നാളെ എന്നൊരു കേസുണ്ട്, ടെൻഷൻ. രാത്രി 12 മണി വരെ സിനിമ കണ്ടിട്ടിരിക്കും, ഉറക്കമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉറക്കം. സാലിഹീങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പടച്ചോനെ നരകം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. രാജവമ്പാല ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നരകത്തിന്റെ മോളിൽ നിന്ന് തെള്ളിയിടുമ്പം ആ നരകത്തിന്റെ 70,000-ഓളം വർഷം നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി വീഴുന്ന ആ രംഗമൊക്കെ സാലിഹീങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അവർക്ക് ഉറക്കം വരുന്നില്ല. ഒന്നും മയങ്ങിട്ട് രാത്രി എഴുന്നേറ്റ് തന്നെ അള്ളാന്റെ മുന്നിൽ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറ പൊട്ടിക്കറിയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല. ഇവിടെ സ്വർഗം അല്ല അവർ ചോദിക്കുന്നത്, മനസ്സിലാക്കണം. ഈ ആയത്തുള്ള സ്വർഗം ചോദിക്കുന്നില്ലല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കിട്ടിയാൽ മതി. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ കാര്യം. ചെറിയ ഒരു പദവി സ്വർഗത്തിൽ കിട്ടിയാലും മതി. നരകം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലത്, ഉൾക്കൊള്ളാനേ പറ്റൂല. നാറുകും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ദുനിയാ ഫുല്ലിലത് അലൈഹിന്ന ബി 69 ജുസ്ആ ഖീല യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ അനുഭവിക്കുന്ന ചൂട്, ഇന്ന് നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ, ഇത് നരകത്തിന്റെ 70-ലെ ഒരംശം മാത്രമാണ് സഹാബ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, ഇൻ കാനത് ലകാഫിയാ, ഇത് തന്നെ മതി.
മതിയല്ലോ നബിയേ, ഇത് തന്നെ സഹിക്കാൻ കഴിയില്ലല്ലോ ഹബീബേ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഫുള്ളിലത അലൈഹിന്ന ബിത്സഅത്തി വസിത്തീന ജുസാ. ഈ 1% 69 ഭാഗം കൂടി അല്ലാഹു കൂട്ടിയിണക്കി 70 ഭാഗമായി കഠിനമായ ചൂടാക്കും സഹാബ. ആ കാലഘട്ടത്തിൽ നരകത്തിന്റെ അവകാശികൾ ഈ ദുനിയാവിലെ ചൂടിന് വേണ്ടി നരകത്തിൽ കിടന്ന് യാചിക്കുമത്രേ. അല്ലാഹുവേ, ആ ദുനിയാവിൽ ഞങ്ങൾ അനുഭവിച്ച ആ ചൂടുണ്ടല്ലോ, അത് നീ ഞങ്ങൾക്ക് നൽകുമോ നാഥാ? ആ ചൂടെങ്ങാനും അവർക്ക് നൽകിയാൽ ലനാമൂ ഫീഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ദുനിയാവിലെ 100 ഡിഗ്രി സെൽഷ്യസിൽ ആളി കത്തുന്ന തീയെങ്ങാനും നരകാവകാശികൾക്ക് ലഭിച്ചാൽ ലനാമൂ ഫീഹാ, ആ ദുനിയാവിലെ തീയിൽ കിടന്നവർ ഉറങ്ങുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പൊ നമുക്ക് സഹിക്കാൻ വയ്യ. അവിടുന്ന് ഇങ്ങനെ കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തൊപ്പുന്ന ഈ ചൂടിന്റെ കാടിനെ സഹിക്കാൻ വയ്യ. ഫു 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 എല്ലാം എടുത്താക്കിണ്ട്. എ സി അവിടെ ഇവിടെ അവിടെ ഒരു ഫാൻ ഇവിടെ ഒരു ഫാൻ ഇവിടെ ഒരു കൂളർ. എന്താ ചൂടില്ല, ഇപ്പൊ സഹിക്കാൻ വയ്യ. ചെറിയ ചൂട്, ചെറിയ ചൂട്. ഈ ചൂട്, ഈ കത്തിക്കുന്ന തീ നരകാവകാശികൾ അല്ലാഹുവോട് ചോദിക്കും, ഇത് തള്ള ആ ദുനിയാവിൽ നീ കത്തിച്ച ആ ചൂട് തള്ള, ആ തീ തള്ള, ആ ചൂട് തള്ള. അങ്ങനെ എങ്ങാണ് അവർക്ക് ഈ ചൂട്, ഈ തീ അവർക്ക് നൽകപ്പെട്ടാൽ അതിൽ കിടന്നവർ ഉറങ്ങുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ മറ്റുള്ള തീയെ കുറിച്ച് പറയേണ്ട ആരുണ്ടോ? അതുകൊണ്ടല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കുറിച്ച് എപ്പോൾ ചർച്ച ചെയ്തുവോ പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് വെളിവാകത്തക്ക നിലയിൽ ഹബീബായ തങ്ങൾ ചിരിച്ചിട്ടേ ഇല്ല. നമുക്കൊക്കെ ചിരിയല്ലേ? നമുക്ക് ചിരിയാണല്ലോ എപ്പോഴും. എന്തേ ചിരി? മരണത്തെ കുറിച്ച് ഓർമ്മയില്ല, നരകത്തെ കുറിച്ച് ഓർമ്മയില്ല. ഈ ചൂട് അള്ളാഹു തരുന്നത് നമുക്കൊരു ഉദാഹരണമാണ്. ടെസ്റ്റ് ഡോസ്. ഇതൊക്കെ അള്ളാഹു നമുക്കൊരു ഷോർട്ട് ട്രീറ്റ്മെന്റ് ആണ്. ഇത് നമുക്ക് തരുന്നത് എന്തിനാണ്? ഇതൊക്കെ ഒന്ന് പഠിക്കാനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് നാളെ, ഇങ്ങനെയൊക്കെ നാളെ സംഭവം ഉണ്ട്. നിനക്കൊരു ചെറിയ ഒരു സാമ്പിളാണ്. ഡോക്ടർമാർക്ക് വലിയ വലിയ ചാത്തം കുളി കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ചാത്തം മരുന്നുകൊണ്ട് കൊടുക്കുക. ഇതൊക്കെ ഉണ്ട്, എളുപ്പമുള്ള സാറേ, നല്ല സൂപ്പർ സാധനമാണ്. കൂടിപ്പോയി 40 വർഷം വരെ അവനൊക്കെ ജീവിക്കുള്ളൂ. നല്ല ഐറ്റം സാധനം. സാറിന് ഞങ്ങളുടെ BMW തരാം, അതൊരെണ്ണം അടിച്ചു യാ അല്ലാ. അയാളെ BMW ചോദിക്കുമ്പോൾ നമ്മൾ ഈ ചാത്തം തന്ന് ചാവാൻ നിൽക്കണം. നടക്കുന്ന കാര്യമൊന്നും ഇല്ലാതൊന്നും ആരും പറയണ്ട. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പേര് പറയാൻ ഇനി അവിടെ ചെന്ന് ഡോക്ടറെ തപ്പാൻ നിൽക്കും. ക്യാൻസറിന്റെ അസുഖമായിട്ട് അയാൾ കൊല്ലക്കാരനാളി എഴുന്നേറ്റ് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ക്യാൻസറിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ വെച്ചു കൊടുത്തു. എന്നിട്ട് വേറെ അവന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, 3 മാസത്തേക്ക് ഒളിജിക്കൽ, ഇനി ഇയാളൊക്കെ ജീവിച്ചിട്ട് എന്താ ചെയ്യാൻ, വെറുതെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് ഇവിടെ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ നടത്തുകയും തീർന്നു, എല്ലാം തീർന്നു. 2 മാസം വരെ ജീവിച്ചുള്ളൂ, മരിച്ചുപോയി. അള്ളാഹു പുറത്തോട്ടുണ്ട്. അതുവരെയ്ക്കും നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്, തിന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ക്യാൻസറിന് ഏറ്റവും വലിയ ഡോക്ടർ ഉണ്ടെന്നും പറഞ്ഞ അവിടെ പോയതാ. അപ്പൊ അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പരിപാടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരുന്നവരെ ഇഞ്ചക്ഷൻ വെച്ച് വിട്ടാൽ പിന്നെ കൂടുതലെടുത്തതിന് വേണ്ടി നാട്ടുകാരും വിഷമിക്കണ്ട, വീട്ടുകാരും വിഷമിക്കണ്ട. 3 മാസത്തിലുള്ള ആളുപടിയായി കിട്ടും സംഭവം ഇഞ്ചക്ഷൻ വെച്ചുവിടാൻ. അങ്ങനെയുണ്ട്, മനസ്സിലായി? കണ്ണിൽ ചോരയില്ലാത്തവർ, കണ്ണിൽ ചോരയില്ലാത്തവർ അങ്ങനെയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. ഇതൊക്കെ അല്ല നമുക്ക് എന്ത് പറയാ, അല്ലാതെ വേറെന്ത് പറയാൻ? കുറേ ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ചൂട്, ഇതൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് നാളെ ആഖിറത്തിൽ, നരകത്തിൽ. അതുകൊണ്ട് അള്ളാഹു എപ്പോഴും മരണത്തെ കുറിച്ചാണ് നമ്മുടെ മുന്നിൽ ആദ്യം ഓർമ്മിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന ഒന്നീ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇമ്മാലി ജന്നത്തിൻ ആലിയാ വഇമ്മാലി നാരിൻ ഹാമിയാ. ഒന്ന് സ്വർഗം അല്ലെങ്കിൽ നരകം, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടാലൊന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അള്ളാഹു നേരത്തെ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഖിയാമത്ത് നാളായാലും സ്വർഗവും നരകവും നശിക്കൂല കേട്ടോ. 7 കാര്യം ഖിയാമത്ത് നാളായാലും നശിക്കുകയില്ല എന്നാണ്. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാം നശിക്കും, എല്ലാം തകർന്നു പോകും. 7 കാര്യം ലാ തഫ്നി, അതിന് നാശമില്ല. അതിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൽ അർശു വൽ കുർസിയ്യു വൽ ലൗഹു വൽ ഖലമു വൽ ജന്നത്തു വൻ നാർ വൽ അർവാഹു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗവും നരകവും നശിക്കൂല, മനുഷ്യന്റെ ആത്മാവ് നശിക്കൂല, ഈ റൂഹും നശിക്കൂല, റൂഹ് നശിക്കൂല. മരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കല്ല, നമ്മുടെ റൂഹ എടുത്തോണ്ട് പോവാണ് മലക്കള്. ഒന്നുകിൽ ഇല്ലിയൂൻ അല്ലെങ്കിൽ സിജ്ജിൻ, എവിടെയെങ്കിലും കൊണ്ടുപോയി തൂക്കിയിടും, എവിടെയെങ്കിലും കൊണ്ടുപോയി തൂക്കിയിടും.
അതുകൊണ്ട് അങ്ങനെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നബിതങ്ങളും ദുആ ചെയ്യുന്നത്. ദുആ ചെയ്യാൻ എല്ലാവരോടും കൽപ്പിച്ചതും പാവപ്പെട്ട സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ദാസന്മാർ പാതിരാത്രി എഴുന്നേറ്റ് മുസല്ലയിൽ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുന്നത് നരകത്തിൽ നിന്ന് നീ ഒന്ന് രക്ഷപ്പെടുത്തല്ല റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. അങ്ങനെ നരകത്തെ കുറിച്ച് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു വന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ ശിക്ഷകളെയൊക്കെ പറഞ്ഞു വന്ന് നമ്മളെ ശിക്ഷകളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രവർത്തികളുടെ കാരണമായി അള്ളാഹു നരകത്തിലിടുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദാഇഫ് ലഹുൽ അദാബ് യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ, നികൃഷ്ടരും നിന്ദ്യരുമായി നരകത്തിലേക്ക് പ്രവേശിക്കും, ഇരട്ടി ശിക്ഷയായിരിക്കും എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കുറിച്ച് അഹങ്കാരികൾക്ക് താക്കീത് നൽകിയിട്ട് എന്നിട്ടും പടച്ചവൻ നമുക്ക് നൽകുന്ന കൺസെഷൻ അഫ്വ് വിട്ടുവീഴ്ച ഫഉലൈഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ فأولئك يبدل الله سيئاتهم حسنات. വ്യഭിചരിച്ചവരെ, വ്യഭിചാരികളെ, അഭിസാരികളെ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. മദ്യപിച്ച മദ്യപാനികളെ, അഹങ്കാരികളെ, തെമ്മാടികളെ, നിങ്ങൾ എത്രത്തോളം ദുനിയാവിൽ അധർമ്മത്തിന് കൂട്ടുനിന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ട മാത്രയിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ നീ തയ്യാറുണ്ടോ? ആ നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് താല്പര്യമുണ്ടോ? നീ മടങ്ങി വാ, മടങ്ങി വാ. കാരുണ്യവാനായ പടച്ചവൻ പറയുകയാ, നീ തൗബ ചെയ്ത് നിന്റെ ശിഷ്ടജീവിതം അള്ളാന്റെ പൊരുത്തത്തിലും അവന്റെ വഴിയിലൂടെയും നീ കൊണ്ടുപോകാൻ ഒരു പ്രതിജ്ഞ എടുത്താൽ അള്ളാഹു നിനക്ക് നൽകുന്ന സമ്മാനം എന്തെന്ന് പറയട്ടെ. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. നീ ചെയ്ത വ്യഭിചാരം അല്ലാഹു നന്മയാക്കി മാറ്റും. നീ പറഞ്ഞ കള്ളം അല്ലാഹു നന്മയാക്കി മാറ്റും. നീ കാണിച്ച കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും കോപ്രായങ്ങളും അല്ലാഹു സുന്നത്ത് നമസ്കാരമാക്കി മാറ്റുമത്രേ. നിന്റെ മദ്യപാനത്തെ അല്ലാഹു ഖൈറായ അമലാക്കി മാറ്റുമത്രേ. അവന്റെ സയ്യാത്തുകൾ മുഴുവനും അല്ലാഹു ഹസനാത്തുകളാക്കി മാറ്റും. ഇത്ര വലിയ കരുണ ആരാ ലോകത്ത് ചെയ്യാം? വ്യഭിചരിച്ചവൻ തൗബ ചെയ്ത് മടങ്ങി അല്ലാഹുവിലേക്ക് 12 വർഷം വ്യഭിചരിച്ചിരുന്നവനാണ്. 12 വർഷം വ്യഭിചരിച്ചിരുന്നവനാണ്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ഇനി മേലിലില്ല അല്ലാഹ്, ഇന്നി അത്തൂബു ഇലൈക മിനസ് സിനാ, ഞാൻ സിനായിൽ നിന്ന് വ്യഭിചരിക്കുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഞാൻ തൗബ ചെയ്യുന്നു അല്ലാഹ്, എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ചെയ്തു പോയതാണ്, മാപ്പാക്കണേ അല്ലാഹ്. ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ. അല്ലാഹുവിന്റെ ദർബാറിൽ മാപ്പ് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു. വല്ലാഹി സത്യം, പടച്ച തമ്പുരാൻ, അവൻ 12 വർഷം വ്യഭിചരിച്ച വ്യഭിചാരം അല്ലാഹു ഹസനാത്താക്കി മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ നന്മയുടെ ഭാഗത്തേക്ക് അല്ലാഹ് ഇട്ടു കൊടുക്കും. അത്ര വലിയ ഭാഗ്യം. അല്ലാഹ് ഇതിൽ കൂടുതൽ എന്ത് കരുണ ചെയ്യണം മനുഷ്യന്? 12 വർഷം അവൻ 4000-ഓളം പെഗടിച്ചവനാണ്. തൗബ ചെയ്ത് അല്ലാഹിലേക്ക് മടങ്ങി. അത് മുഴുവനും സംസം വെള്ളം കുടിച്ചതിന്റെ പട്ടിയൽ അല്ലാഹ് എഴുതി കൊടുക്കും, എഴുതിത്തള്ളും. അല്ലാഹ്ക്ക് എഴുതി തള്ളിക്കൂടെ? ഗവൺമെന്റിന് കട എഴുതി തള്ളുന്നത് പോലെ പടച്ചവൻ എഴുതി തള്ളിക്കൂടെ? ഇൻഷാ അഅദബഹു വഇൻഷാ ഗഫറ ലഹു. അല്ലാഹ്ക്ക് എഴുതി തള്ളാം. പടച്ചവനെ അപേക്ഷിച്ചിടത്തൊന്നും വലിയ കാര്യമല്ല. അല്ലാഹെ അപേക്ഷിച്ചിടത്തോളം അല്ലാഹ് എല്ലാം എഴുതി തള്ളും. പക്ഷെ വരണം, അല്ലാഹിലേക്ക് വരണം. അതാണ് അല്ലാഹുവിന്റെ ആഗ്രഹം. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്നല്ല പറഞ്ഞത്. ഇത്ര വലിയ ഭാഗ്യം. എന്നാലും മനുഷ്യൻ നരകത്തിൽ പോകരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മനുഷ്യൻ നരകത്തിൽ പോകരുത്. നീ തൗബ ചെയ്തു അള്ളാഹിലേക്ക് ഒന്ന് മടങ്ങിയാൽ മതി. നീ മരിക്കുന്നതിന് മുമ്പ്, ഗർഗറായി എത്തുന്നതിന് മുമ്പ് നീ ഒന്ന് തൗബ ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങ്. നിനക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. അള്ളാഹ് ഇതിൽ കൂടുതൽ വാഗ്ദാനം എന്ത് ചെയ്യണം നമുക്ക്? ഇതിനേക്കാൾ ഒരു വാഗ്ദാനം അള്ളാഹു നമുക്ക് എന്ത് ചെയ്യണം? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പറയൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ.
ഇനി ഈ തെറ്റുകളിൽ നിന്ന് മാറാത്തവൻ, ഒഴിയാത്തവൻ, തെറ്റുകൾ ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ, ഇനി തൗബ ചെയ്തിട്ട് വീണ്ടും പഴയപടി പോകുന്നവൻ, അവന് സ്വർഗത്തിൽ അല്ലാഹു സ്വർഗപ്രവേശനം അല്ലാഹു നൽകിയില്ല. അത് വേറെ. لما خلق الله تعالى الجنة قال الله لها تكلمي. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു സ്വർഗത്തെ സൃഷ്ടിച്ച് സ്വർഗത്തോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ സ്വർഗം സംസാരിക്കുകയായി. വഇസ്സതിക വജലാലതിക സഈദ മൻ ദഖലനി സഈദ മൻ ദഖലനി. അല്ലാഹുവേ, നിന്റെ അന്തസ്സും അഭിമാനവും തന്നെയാണ് സത്യം, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. എന്നിലേക്ക് പ്രവേശിച്ചവൻ അവൻ ഭാഗ്യവാനാണ് നാഥാ, അവൻ വിജയം വരിച്ചവനാണ് അല്ലാഹ്. സ്വർഗം മറുപടി പറയാണ്. സ്വർഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് സ്വർഗത്തോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ സ്വർഗം പറഞ്ഞു, എന്നിലേക്ക് പ്രവേശിച്ചവനൊക്കെ രക്ഷപ്പെട്ടല്ലോ അല്ലാഹ്. പിന്നെന്താ അവർക്ക് വിഷമം? പിന്നെന്താ അവർക്ക് ദുഃഖം? അവർക്ക് പിന്നെന്താ പ്രയാസം? അവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവർ വിഷമിക്കേണ്ടതില്ല. അപ്പൊ അല്ലാഹ് പറഞ്ഞ മറുപടി, സ്വർഗമേ സ്വർഗമേ വഇസ്സതി വജലാലി ലാ യസ്കുനു ഫീകി സമാനിയതു നഫരിൻ മിനൻ നാസ്. എന്റെ ദാസന്മാരിൽ, എന്റെ ദാസിമാരിൽ 8 വിഭാഗക്കാരെ ഈ സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ ആസ്വദിപ്പിക്കുകയില്ല. ഈ സ്വർഗത്തിലേക്ക് അവർക്കൊരു സ്ഥാനവും ഞാൻ നൽകുകയില്ല. ഈ സ്വർഗത്തിൽ അവർക്ക് പാർക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയുമില്ല. 8 വിഭാഗം ആളുകളെ എന്റെ സമുദായത്തെ, എന്റെ ദാസന്മാരിൽ 8 വിഭാഗക്കാരെ സ്വർഗത്തിൽ ഞാൻ പ്രവേശിപ്പിക്കൂല. അല്ലാഹു പറയാണ് സ്വർഗത്തോട്, അല്ലാഹു പറയാണ് സ്വർഗത്തോട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്ന് അൽ മുദ്മിനുൽ ഖംർ, മദ്യം കുടിക്കുന്നവൻ, മദ്യവുമായി ബന്ധപ്പെടുന്നവൻ, സ്ഥിരമായി മദ്യപിക്കുന്നവൻ. മദ്യത്തിൽ അവൻ ഒഴിവാകാറേ ഇല്ല, തൗബ ചെയ്യാൻ താല്പര്യമില്ല. അവൻ മദ്യപിച്ച് തന്നെയാണ് മരിച്ചു പോണത്. ഇവന് സ്വർഗത്തിൽ ഒരു പ്രവേശനം അല്ലാഹു നൽകുകയില്ല. അൽ മുദ്മിനുൽ ഖംർ, മദ്യപിക്കുന്നവന് സ്വർഗത്തിൽ വിശദീകരിക്കാൻ സമയമില്ല, വിശദീകരിക്കാനുള്ള സമയമായ അത് മാത്രം വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് വേണമെങ്കിൽ കുടി, വേണമെങ്കിൽ കുടിക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഇൻഷാ അടി, ഇൻഷാ തറക്ക. ഇഷ്ടമുണ്ടെങ്കിൽ കുടിച്ചോ, ഇഷ്ടമില്ലെങ്കിൽ കുടിച്ചോ. അല്ലാഹു പറഞ്ഞ നിബിധങ്ങൾ അല്ലാഹു തആല പറഞ്ഞതായി ഫീമാ യർവീഹി അൻ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് റിവായത്ത് ചെയ്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മദ്യവുമായി ബന്ധപ്പെടുന്നവൻ, മയക്കുമരുന്നുമായി ബന്ധപ്പെടുന്നവൻ, ചരസ് കഞ്ചാവുമായി ബന്ധപ്പെടുന്നവൻ, അവൻ തൗബ ചെയ്യാൻ ഒരു അവസരം അവന് ലഭിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് അവൻ മരിച്ചുപോയാൽ അവന് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു അവൻ എടുത്തു കളയും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. ഈമാനില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശനം കിട്ടുക? എങ്ങനെ സ്വർഗത്തിൽ? വഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി. മദ്യപാനി തൗബ ചെയ്യാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ നാളെ മഹ്ശറിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരുന്നത് പേപിടിച്ച നായുടെ നാവ് നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് പോലെ അവന്റെ നാവ് താഴേക്ക് ഇറങ്ങിക്കിടക്കുകയും ആ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഈളയിട്ട് വീണുകൊണ്ടിരിക്കുകയും ചെയ്യുമത്രേ. അന്ന് വിചാരണയ്ക്ക് മഹ്ശറിൽ നിൽക്കുന്നവര് പോലും ആ വൃത്തികെട്ടവനെ നോക്കിയിട്ട് പറയും, ദുനിയാവിൽ ഇവൻ മദ്യപിച്ചവനാണ്, മദ്യപിച്ചവനാ. ആ മദ്യപാനിക്ക് നാളെ സ്വർഗപ്രവേശനമേ ഇല്ല. എങ്ങനെങ്കിലും ചാടി സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി അവൻ സിറാത്ത് എന്ന പാലത്തിലേക്ക് കയറും. അന്ന ശർബതൽ ഖംർ ഇദാ അതൗ അല സിറാത്ത് തതഖത്തഫഹുമുസ് സബാനിയാ. മദ്യപാനി സിറാത്ത് എന്ന പാലത്തിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിലേക്ക് കടക്കാൻ അവൻ പരിശ്രമിച്ചാൽ മാലാകമാർ വന്നവനെ നരകത്തിലേക്ക് തള്ളിയിടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തള്ളിയിടപ്പോഴേ അവനെ അങ്ങനെ സൂചിപ്പിക്കാൻ പറ്റൂല, അവനെ അങ്ങനെ കണ്ട് സൂടാൻ. മലക്കളുടെ പണി അതാണ്. മലക്കൾ എന്ന് പറഞ്ഞ ഹിലാലുൻ ഷിദാദ്, ഭയങ്കര സാധനങ്ങളാണ്.
ഭയങ്കര സാധനങ്ങളാ മലക്കള്. അതുകൊണ്ട് അവരിങ്ങനെ നോക്കിയിരിക്കണം, നിന്നൊക്കെ ഞാൻ കൈകാര്യം ചെയ്തുതരാം. അള്ളാന്റെ മുന്നിൽ വിട്ടുവീഴ്ച എങ്ങോട്ട് വാ, നമുക്ക് പറ്റുന്നിടത്തോളം വെച്ച് വീക്കി കളയും. അപ്പൊ ഒന്ന് മദ്യപിക്കുന്നവൻ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. തൗബ ചെയ്യ്, അള്ളാഹു തൗബ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ ഒഴിവാക്ക്, അള്ളാഹുവോട് ദുആ ചെയ്യ്. സംസം വെള്ളം കുടിച്ചിട്ട് ദുആ ചെയ്യ്. ആ ഒരു മോശമായ സ്വഭാവം മാറിക്കിട്ടും. അല്ലെങ്കിൽ നരകം വെസ്റ്റ്. ഈ ചൂട് قالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. നരകത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ പ്രവാചകരെ. അത് കഠിനമായ ചൂടാണ്, കഠിനമായ ചൂടാണ്. ഖുൽ നാറു ജഹന്നം, ആ ജഹന്നം എന്ന് പറയുന്ന നാർ അശദ്ദു ഹറാ, അത് വല്ലാത്ത ചൂടാണ്. ലൗ കാനു യഫ്ഖഹൂൻ, ബുദ്ധിയുള്ളവൻ, ചിന്തിക്കുന്നവൻ, മനസ്സിലാക്കുന്നവൻ വേണമെങ്കിൽ മനസ്സിലാക്കട്ടെ. അല്ലാഹു പറഞ്ഞ വാക്കതാണ്. ലൗ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വിട്ടേരെ. ഖല്ലി വല്ലി യാ അല്ലാഹ്, അനക്ക് ഞാൻ പിടിച്ചോളാൻ പറ്റേ. അല്ലാഹ്ക്ക് പോലെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാഹ്ക്ക് ബന്ധു, അവന് സുഖം, അവൻ യജമാനൻ, അവൻ സിംഹാസനായി ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. അവനിപ്പോ എന്ത് പ്രശ്നം? നമ്മൾ കിടന്ന് തീക്കകത്ത് കിടന്ന് കെട്ടിമറിയും. അൽഫഹം തിന്നുമ്പോൾ ഓർത്തോ, കോഴിയൊക്കെ എങ്ങനെയാണ് അൽഫഹം അടിച്ച് തന്തൂരി ചിക്കനാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്നത്. ഒരു ഫുൾ ഫഹം അടിക്കുമ്പോഴേ ഒരു കൊച്ചുകുട്ടിയെ പോലെ 2 കൈയും 2 കാലൊക്കെ ആയിട്ട് ഒരു സാധനം കരിഞ്ഞ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. കാല് പിടിച്ച് അങ്ങോട്ട്, കാല് പിടിച്ച് ഇങ്ങോട്ട് വിളിക്കുക. ഇതൊക്കെ അള്ളാഹ് തന്നത് തിന്നുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓർക്കാനല്ലേ ഒന്ന് ചുട്ടുകരിച്ച് മുന്നേ കൊണ്ട് തരുമ്പോഴുള്ള തീറ്റ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അൽഫഹം, അൽ ഫഹം എന്നുള്ളതാണ് ഫഹമാക്കിയത്. ശരിയാ, ഫഹമ്. ചിന്തിക്കടാ മനുഷ്യ എന്നാണ് എന്റെ അർത്ഥം. അൽ ഫഹമ്, ചിന്തിച്ചോ, ഒന്ന് ചിന്തിച്ചോ. ഈ സാധനം ഉണ്ടല്ലോ, ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതേപോലെ ആവാൻ സാധ്യതയുണ്ട്. നീ ആഖിറത്തിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഫഹം എന്നാണ് കരിയിലൂടെ ഉണ്ടെന്നുള്ള അർത്ഥമാണ്. അതിപ്പോ അൽ ഫഹമു ഫഹമ് എന്നാക്കി, അത് കൊള്ളാം. ആ അർത്ഥമുള്ള ഫഹമു, ബുദ്ധി, ഇത് ചിന്തിക്കാൻ പറ്റിയ സാധനം. ഷവായി, നല്ല സാധനം, ചിന്തിക്കാൻ പറ്റിയ സാധനം. അങ്ങനെ കറക്കുന്ന വഴിയാണ്, ഇങ്ങനെട്ട് കറക്കും. നരകത്തിൽ, അല്ലാഹ് എന്ന നരകത്തിൽ കിട്ടുന്ന സാധനമാണ് ഷവായി. ഇവിടെ ദുനിയാവിൽ ഷവായി തിന്നുന്നവർക്ക് നാളെ നരകത്തിൽ പോയിട്ടില്ല. അല്ലാഹ് എന്ന നരകത്തിൽ പൊടിച്ചു വെച്ച 2 ഷവായി വരട്ടെ, 2 ഷവായി വരട്ടെ. ശരീരത്തിന്റെ ഓരോരോ രോമകൂമങ്ങൾ, ചർമ്മങ്ങളെ മുഴുവൻ ഉരിച്ചു കളയുന്ന നരകമാണ് ശവ്വാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എപ്പോഴും പറയും, സുബഹി നമസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിനോട് കുറഞ്ഞതൊരു 10 പ്രാവശ്യം, ഇല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ. എപ്പം നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാലും 3 പ്രാവശ്യം ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചാൽ ആ നരകം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജ്ർഹു, പടച്ചവനെ അതിൽ നിന്ന് നീ അവനെ രക്ഷപ്പെടുത്തുക. ഇത്രയും കടന്ന് ചോദിക്കല്ലേ നിന്നോട്, നീ രക്ഷപ്പെടുത്തുക. ആരെങ്കിലും 3 പ്രാവശ്യം സ്വർഗത്തെ കുറിച്ച് ചോദിച്ചാൽ ആ സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹു, അവനെ നീ പ്രവേശിപ്പിക്കല്ല. കുറെ നാളായിട്ട് അവൻ ഇങ്ങനെ നടക്കല്ലേ, പ്രവേശിപ്പിക്കല്ല. അപ്പൊ 8 വിഭാഗത്തിൽ ഒരു വിഭാഗം എന്താ? മദ്യപിക്കുന്നവർ. 2 അൽ മുസിറു അലാ സിനാ, സ്ഥിരമായി ഇവന്റെ തൊഴിൽ വ്യഭിചാരമാണ്, സ്ഥിരം പണി തന്നെയാണ്. സ്ഥിരമായി ഇതിൽ നിന്ന് മാറാതെ, ഒഴിവാകാതെ, തൗബ ചെയ്യാതെ ഈ വ്യഭിചാരവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് നാളെ അല്ലാഹു നരകത്തിൽ നിന്നും മോചനം നൽകുകയില്ല, സ്വർഗത്തിൽ അവർക്ക് പ്രവേശനമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ. തൗബ ചെയ്തോളി. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലിംഗം കൊണ്ട് മാത്രം ചെയ്യുന്ന പണിയല്ല. കണ്ണുകൊണ്ട് കാണുന്നത് വ്യഭിചാരം, കാതുകൊണ്ട് കേൾക്കുന്നത് വ്യഭിചാരം, ചുണ്ടുകൊണ്ട് ഉമ്മ വെക്കുന്നത് വ്യഭിചാരം, നാവ് കൊണ്ട് ഉറിഞ്ചുന്നത് വ്യഭിചാരം. അല്ല, വ്യഭിചാരം ഓരോന്നിനും വ്യഭിചാരം ഉണ്ടല്ലോ. വ്യഭിചാരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അൽഐനാനി തസ്നിയാത് ഫസിനാഹുമാ നളറൂ. നയൻതാരയുടെ ഭാഗത്ത് മൊത്തം നോക്കുന്നത്, ഓഹോ, കാവ്യമാധവനെ നോക്കുന്നത്, ഐശ്വര്യ റായെ നോക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ആ ശരീരം മുഴുവൻ ഇങ്ങനെ ഒപ്പിയെടുത്ത് ഇങ്ങനെ എടുക്കല്ലേ. ക്യാമറ കണ്ണ്, സാംസങ്ങിന്റെ സെറ്റിന് പോലും ഇത്ര പവർ ഇല്ല. മനുഷ്യന്റെ സെറ്റ് പോയി ഇങ്ങോട്ട് മൊത്തം ഇങ്ങനെ ഒപ്പിയെടുക്കാണ്. അത് വ്യഭിചാരമാണ്. അത് വ്യഭിചാരം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി നോക്കുന്ന പോലെ അല്ലല്ലോ, അങ്ങനെ നോക്കല്ല. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ള നോട്ടം അത് വ്യഭിചാരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, സൂക്ഷിക്കണം. കണ്ണിന്റെ വ്യഭിചാരം,
ചുണ്ടിന്റെ വ്യഭിചാരം അൽ ഖുബൽ, ചുംബിക്കൽ, അത് വ്യഭിചാരം തന്നെയാണ്, അത് വ്യഭിചാരമാണ്. നാക്കിന്റെ വ്യഭിചാരം അൻ നുത്ഖ്, സംസാരിക്കലാണ്, ഫോണിൽ കൂടെ സംസാരിക്കൽ, സൊറ പറയാ, സൊള്ള എടുക്കത്ത സൊള്ളൊക്കെ മണിക്കൂറുകളോളം. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞത് ഫോൺ വിളിക്കാൻ നിൽക്കുക, എത്ര നേരം കൊണ്ട് വിളിക്കുക, ബിസി 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 ബിസി, ഒടുക്കത്ത ബിസി. വാപ്പ മരിച്ച കാര്യം പറയാൻ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു കിടക്കുന്ന വാപ്പ, അടാ നീ അവിടെ ബിസിയാ ബിസി, നീ ചുമ്മാ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാളെ, ഇന്നലെ ഇപ്പൊ ഒരു ലൈനിൽ നിൽക്കുകയാണ് സംഭവം, ഒരു അത്യാവശ്യം. എന്നാലും പറഞ്ഞവൻ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചാണ്, അത് നെറ്റിൽ നിന്ന് വിളിച്ചതാ, കുറെ താമസിച്ചതാന്ന് ഒരു കള്ളം, അത് വേറെ, അതിനും കിട്ടുപിടി, കള്ളം പറഞ്ഞു തന്നെ. ഏപ്രിൽ ഫുൾ 1-ാം തീയതി നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും? ഞാൻ അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനെ കുറിച്ച്. നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ, നല്ല റാഹത്തായിട്ട് കിട്ടിക്കോളും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇതൊക്കെ വ്യഭിചാരമാണ്. കൈകൊണ്ടുള്ള വ്യഭിചാരം അൽ ബത്ഷു, പിടിക്കൽ, അൽ ബത്ഷ് വ്യഭിചാരം. കൈകൊണ്ടുള്ള നിക്കാഹ് അതറിയാമല്ലോ, സംഭവം ഇഷ്ടം പോലെ കേട്ട് പരിചയമുണ്ടല്ലോ, കൈകൊണ്ടുള്ള നിക്കാഹ്. അപ്പം വിവാഹം കഴിക്കാതെ കൈകൊണ്ട് നമ്മൾ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇന്ന ഖൗമൻ യുഹ്ശറൂന യൗമൽ ഖിയാമ വഅയ്ദീഹിം ഹുബാലാ മിനസ്സിനാ ഔ കമാ ഖാല റസൂലുള്ളാഹി. അതൊരു സൈസ് വ്യഭിചാരമാണെന്നാ ഹദീസ്. മുഷ്ടിമൈഥുനം, കൈകൊണ്ടുള്ള സുഖം അനുഭവിക്കൽ, കൈകൊണ്ട് ഇന്ദ്രിയസ്ഖലനം പുറപ്പെടുവിക്കൽ. അതുകൊണ്ട് അതെന്താ? ഒരു തരം വ്യഭിചാരമാണ്. നബി തങ്ങൾ പറയാണ്, ഞാനല്ലല്ലോ പറഞ്ഞത്. യുഹ്ശറൂന യൗമൽ ഖിയാമ വഅയ്ദീഹിം ഹുബാലാ, അവരുടെ വിരലുകൾ നാളെ ഗർഭിണികളായിരിക്കും, മിനസ്സിനാ, സിനായുടെ പേരിൽ. ഔ കമാ ഖാല റസൂലുള്ളാഹി. അതിന് കൃത്യസമയത്ത് കല്യാണം കഴിക്കണം. അതീത പോകുന്നു എനിക്കറിയില്ല, ബാക്കിയൊന്നും അല്ലാഹു അലം. ഇത് അങ്ങനെ ആയിക്കോട്ടെ, ജായിസ് അല്ലേ ഉസ്താദ്, ഇങ്ങനെയാണെങ്കിൽ ജായിസ് അല്ലേ ഉസ്താദ്, അതൊക്കെ ജായിസ് എന്ന് പറയുന്നവരെടുത്തിട്ട് പോയി ചെയ്തിട്ട് ജായിസായിട്ട് പോയി ചെയ്തോളി, നമുക്ക് വിഷയമില്ല. നമ്മൾ നമ്മുടെ കാര്യം പറയാം, അവള് പഠിച്ചനുസരിച്ച് അവള് പറഞ്ഞു തരികയാണ്, നമുക്കത് അറിയുള്ളൂ. ഹദീസ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പണിക്ക് പോണത്? കല്യാണം കഴിക്കുന്ന സമയമാകുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ക്രോണിക് ബാച്ചിലൂടെ മൂക്കിലെ രോമം നരയ്ക്കുന്നവരെ 10-35 വയസ്സ് വരെ ജീവിച്ചിറക്കേണ്ട കാര്യം എന്താ? പോയി പെണ്ണിട്ടോ മനുഷ്യ പെട്ടെന്ന്. ചുമ്മാ ഇങ്ങനെ അടക്കാണ്ട് ശരീരം നശിപ്പിക്കാൻ വേണ്ടി വടക്കാക്കാൻ വേണ്ടി ഇങ്ങനെ അടക്കുന്നത് എന്തിനു വല്ല ആവശ്യമുണ്ടോ? അപ്പൊ പെണ്ണിട്ട് അള്ളാഹു നിനക്ക് ആഫിയത്ത് തരും. അന്നാകിഹു യുരീദുൽ ഇസ്തിഅഫാഫ ഹഖ്ഖുൻ സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി യൗനുഹും. 3 വിഭാഗക്കാരെ സഹായിക്കൽ അള്ളാന്റെ ബാധ്യതയാണ്. അതിൽ ഒരു വിഭാഗം അന്നാകിഹു യുരീദുൽ ഇസ്തിഅഫാഫ, പരിശുദ്ധി ആഗ്രഹിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അള്ളാഹു സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കല്യാണം കഴിക്കണം. ഇനി ചില ആളുകളുണ്ട് വ്യഭിചാരം, സ്ത്രീകളുമായിട്ടല്ല പുരുഷന്മാരുമായിട്ട്. സൊഡോമികൾ, പ്രകൃതി വിരുദ്ധ പരിപാടി. പുരുഷന്മാര്, സ്ത്രീകള് അങ്ങനെയുണ്ട്. അങ്ങനെയും കുറെ വിഭാഗമുണ്ട്. അങ്ങനെ ഒരാൾ, അവരെ കുറിച്ച് 2 ഹദീസ് കേട്ടോളി. അതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലാഹുവല്ല ഉണ്ടോ ഇല്ലാതെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊന്നും പറയൂലല്ലോ. സംഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നും വെറുതെ അല്ലല്ലോ പറയുന്നത്. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അർബഅത്തുൻ, 4 വിഭാഗക്കാർ, യുസ്ബിഹൂന മിൻ ഗളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗക്കാർക്ക് രാവിലെയും വൈകിട്ടും അല്ലാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, അവർ ആരാണ് നബിയേ, അവർ ആരാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർറിജാൽ വല്ലദീ യഅതി അൽദകറാ വല്ലദീ യഅതി അൽബഹീമാ ഔ കമാ ഖാല റസൂലുള്ളാഹി. 4 വിഭാഗക്കാരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, കോപമാ. അള്ളാഹു അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മേല് കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. അവരാരാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങളാണ്. രണ്ടാമതായി പറഞ്ഞത് ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണുങ്ങളാ. മൂന്നാമതായി വല്ലദീയതി അസ്സകറാ ഐ അർജുലാ, പുരുഷന്മാർ അവർ
അവരുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷനെ സമീപിക്കുന്നുവെങ്കിൽ അവന്റെ മേലും ശാപമാണ്. അതേപോലെ സ്ത്രീകൾ വസാറത്തുൽ മുബാഹാത്തു ബിൽ മഅസിയ വത്തഫർ റിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാ. ആണിനെ കൊണ്ട് തൃപ്തിപ്പെടുക, പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുക. ആണുങ്ങൾ തമ്മിൽ, പെണ്ണുങ്ങൾ തമ്മിൽ, ഇത് രണ്ടും ആകും. പുരുഷന്റെ മേൽ പുരുഷൻ, പുരുഷന്റെ മേൽ പുരുഷൻ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ ശാപം. മൃഗങ്ങളോട് വീഴ്ച ചെയ്യുന്നവനും അള്ളാഹുവിന്റെ ശാപമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൃഗങ്ങളോട് പോലും ഇതൊക്കെ ഉള്ളല്ലേ സംഭവം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യമല്ലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയുകയാണ്, ഇദാ റകബർ റജുലു അസ്സകറ ഇഹ്തസ്സ അർശുർ റഹ്മാൻ ഖൗഫൻ മിൻ ഗളബില്ലാഹ്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ സമീപിക്കുകയാണ്, പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനത്തിന് സമീപിച്ചാൽ അല്ലാഹുവിന്റെ അർശ് വിറയ്ക്കുമത്രേ. ഖൗഫൻ മിൻ ഗളബില്ലാഹ്, അല്ലാഹുവിന്റെ കോപത്താൽ അർശ് കിടുകിടാ വിറയ്ക്കുകയാണ്. അതിന്റെ പേരിൽ തകാദു സമാവാതു അൻ തഖഅലൽ അർള്. ഈ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തികൾ നടക്കുന്ന കാരണത്താൽ ആകാശം ഇതാ ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പോവുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മാലാകമാർ അവരുടെ കരങ്ങൾ കൊണ്ട് ആകാശത്തെ പിടിച്ചു നിർത്തുകയായി. വതഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ് വതമസ്സകത്തിൽ മലായികതു ബിഅത്റാഫിഹാ. മാലാകമാർ അവരുടെ ചിറകിന്റെ അറ്റം അഗ്രം കൊണ്ട്, ചിറകിന്റെ തുമ്പ് കൊണ്ട് അവർ അതിനെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാ മലക്കുകളും സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാ. ഹത്താ യസ്കുന ഗളബുർ റഹ്മാൻ, അല്ലാഹുവിന്റെ കോപം അടങ്ങുന്നത് വരെ ഈ മാലാകമാർ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി മലക്കൾ ആകാശത്തെ പിടിച്ചിരുത്തുന്നതുകൊണ്ടാണ് ഈ സൊഡോമികളുടെ മണ്ടയിലൊന്നും ഈ ആകാശം വന്ന് വീരാത്തത്. അല്ലെങ്കിൽ ദുനിയാവി ഒരുത്തം പോലുള്ള കാണയില്ല ഈ പണിക്കാരന്മാര്. എല്ലാത്തിനും അള്ളാഹ് ഒതുക്കളയും. മനസ്സിലായില്ലേ? മലക്കൾ പിടിച്ചിരുത്തിയാണ്. ആളിയാവണ് മലക്കൾ പിടിച്ചിരുത്തും, അമ്മ കുഴപ്പമില്ല, പണി തുടങ്ങാന്ന് അങ്ങനെ തീരുമാനിക്കണ്ട. അതിനെക്കാട്ടിലും വലിയ അതാബ് അള്ളാഹ് വേറെ ഇറക്കി കൊടുക്കും. ഒരു ഹദീസ് കേട്ടോളൂ. പ്രകൃതി വിരുദ്ധമായ സ്വഭാവം ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ ഇദാ മാതല്ലൂതിയു മിൻ ഗൈരി തൗബത്തിൻ യബ്അസുല്ലാഹു മിൻ ഖബ്രിഹി യംസഖുല്ലാഹു ഫീ ഖബ്രിഹി ഖിൻസീറാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ പേരാണ് ലൂത്തി. ഈ സൊഡോമി പ്രകൃതി വിരുദ്ധമായി ഈ വീഴ്ച നടത്തുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അവന്റെ ഖബറിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പന്നിയുടെ കോലത്തിലായിരിക്കും. ഖബറി വെച്ച് അള്ളാഹുവിന്റെ രൂപം മാറ്റിക്കളയുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യമാരോട് പോലും നമ്മുടെ പുരുഷന്മാര് ഹലാലാണല്ലോ, നമുക്ക് അള്ളാഹ് ഹലാലാക്കി തന്നിരിക്കല്ലേ, അതുകൊണ്ട് മലദ്വാരത്തുള്ള നമുക്ക് ആകാലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നാളെ പന്നിയായിട്ടായിരിക്കും എഴുന്നേറ്റ് വരിക. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. അതിന് പെണ്ണുങ്ങൾ സമ്മതിക്കുകയും വേണ്ട. അങ്ങനെ ഏത് ഭർത്താവ് സമ്മതിച്ചാലും ധൃതി പിടിച്ചാലും ലാ തഅത ലി മഅസിയത്തിൽ ഖാലിഖ്. ഒരു പാപം ചെയ്യാൻ വേണ്ടി ഒരു ഭാര്യയെ ഒരാൾ നിർബന്ധിച്ചാൽ അതിനുവേണ്ടി തയ്യാറാകരുത് എന്നാണ് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഞാൻ നിന്റെ ഭർത്താവ് നാളെ എന്റെ വീട്ടിൽ കൊണ്ടുവിടും. നിങ്ങളെ വീട്ടിലോ നിങ്ങൾ കോട്ടയത്തോ എവിടെയോ കൊണ്ടുവിടും, എനിക്കൊരു പ്രശ്നമില്ല, ഈ പഠിക്കാൻ നിൽക്കൂല. അല്ലെങ്കിൽ നാളെ നരകത്തെ കുറിച്ചല്ലേ ഈ പറയുന്നത്. നരകം എന്ന് പറഞ്ഞ ചുമ്മാ ജിബിരിയിലായിട്ട് നരകം എന്ന് പറഞ്ഞാൽ കണ്ട കാഴ്ച എങ്ങാനും പറഞ്ഞ മനുഷ്യന്മാര് നാളെ മുതൽ വാളും കേൾക്കാൻ നിൽക്കൂല, ഇനി ഈ പണിക്ക് നിൽക്കില്ല, ഒരു പരിപാടിക്ക് നിൽക്കൂല. ജിബിരിയിൽ കണ്ട നരകം, ജിബിരിയിൽ കണ്ട ഓരോ സംഭവങ്ങൾ പറയാൻ തന്നാലേ.
നബിയിനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിചാരികളുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാനി ജിബ്രീൽ വ മീകായിൽ, ജിബ്രീലും മീകായിലും എന്റെ അരികിലേക്ക് കടന്നു വന്നു. ജിബ്രീൽ ഇസ്ലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. ഫാതൈന ഫൻതലഖന, ഞങ്ങൾ അങ്ങനെ മെല്ലെ നടന്നു പോവുകയാ. ഫാതൈന അലാ മിസ്ലി തന്നൂർ, ഒരു വലിയ ഒരു അടുപ്പിന്റെ അരികിലേക്ക് എന്നെ അവർ രണ്ടുപേരുടെ കൊണ്ടുപോയി. വലിയൊരു അടുപ്പ്, തന്തൂരി അടുപ്പ്. ഇതൊക്കെ നമുക്കൊരു പാടാ കേട്ടോ. ഇന്നത്തെ ഈ തന്തൂരി ചിക്കനും തന്തൂരി റൊട്ടിയും തന്തൂരി അടുപ്പും ഒക്കെ അള്ളാഹ് നമുക്കൊരു പാടാണ്. സംഭവം തന്നെ ഇതൊക്കെ. ഗ്രില്ലി ചിക്കൻ, നാരളക്കോഴി, ഇതൊക്കെ പാടാണ്. അങ്ങനെ തന്തൂരി അടുപ്പ് പോയെന്ന് കാണുമ്പോൾ കണ്ടിട്ടില്ല. തന്തൂരി അടുപ്പ് ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചെറുതല്ലേ, ഗൾഫിലൊക്കെ അതിന്റെ വായോ ഇറുകിയതാണ്, ചെറുതാണ്. അതിന്റെ അടിഭാഗം വളരെ വിശാലമായതാണ്. എത്രയോ 10, 20, 30, 40, 50 റൊട്ടിയൊക്കെ, തന്തൂരി റൊട്ടിയൊക്കെ ചൂടുന്ന സാധനം. പണ്ട് കേട്ടിട്ടില്ലേ നൈനാസ്നാഹി? എന്താ നൈനാസ്നാഹി എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഡൽഹിയിൽ തന്തൂരിയാക്കി കഷണിച്ച് കെട്ടിയവൻ കാമുകൻ ചുട്ട് അതിനകത്ത് വെട്ടിയിട്ട്, അപ്പൊ ആ സാധനം അതിനകത്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു സാധനമായിരിക്കും ആ തന്തൂരി അടുപ്പ്. ഇതൊക്കെ അള്ളാഹ് പഠിപ്പിച്ചിരുന്നു. വെറുതെ ചിന്തിച്ചോ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എന്നെയും കൂട്ടി ജിബ്രീലും മീകായിലും ഫൻതലഖന, ഞങ്ങൾ നടന്നു പോവുകയാണ്. ഫാതൈന അലാ മിസ്ലി തന്നൂർ, ഒരു തന്തൂരി അടുപ്പ് പോലുള്ള ഒരു വ്യാസമുള്ള ഒരു അടുപ്പിന്റെ അരികിലേക്ക് പോയപ്പോ ഫീഹി ലഗതു വസ്വാദ്, ഒരുപാട് അപശബ്ദങ്ങൾ അതിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. ഫത്തലഅനാ ഫീഹി, അതിലേക്ക് ഞാനൊന്ന് എത്തി നോക്കിയപ്പോ ഫീഹി റിജാലു വനിസാ ഉറാത്തുൻ, ഒരുപാട് പുരുഷന്മാരെയും ഒരുപാട് വിവസ്ത്രകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും അതിൽ കിടന്ന് നരകിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഫൈദാ ദാലികൽ ലഹബു യതീഹിം മിൻ അസ്ഫലിഹിം, അവരുടെ അടിഭാഗത്ത് നിന്ന് തീജ്വാല ആളിക്കത്തുമ്പോ സാഹൂ മിൻ ശിദ്ദതി ഹരിഹി, ആ വ്യാസമുള്ള അടിഭാഗത്ത് നിന്ന് അവരാ അടുപ്പിന്റെ മുകളിലേക്ക് നിലവിളിച്ചു വരികയാണ്. ബിൽവൈലി വസ്ബൂർ, ബിൽവൈലി വസ്ബൂർ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഒന്ന് മടക്കണേ അല്ലാ, ഒരഭയം നൽകണേ അല്ലാ. അവര് നിലവിളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കവയ്യാതെ ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ് ജിബ്രീലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹൗലായി യാ മുഹമ്മദു മിൻ ഉമ്മതിക അസ്സവാനി വസ്സുനാ, അവിടുത്തെ സമുദായത്തിൽപ്പെട്ട അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട ആണിലും പെണ്ണിലും പെട്ട വ്യഭിചാരികളാണ്, അഭിസാരികളാണ്. നബി ചെയ്യാതെ മരണപ്പെട്ടതിന്റെ പേരിൽ ഈ നരകത്തിൽ കിടന്നവർ അനുഭവിക്കുകയാണ്. യാ മുഹമ്മദു, ഏ മുഹമ്മദേ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹ്, ഒരുപാട് തെറ്റുകൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും കാലുകൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്തവരാണ്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, ഇൽമിന്റെ ബർക്കത്തുകൊണ്ട് പടച്ചവനെ, ഈ ഒരുമിച്ച് കൂടിയതിന്റെ പേരിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും സാരമായും നിസാരമായും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ചെയ്തു പോയ നിനക്കിഷ്ടപ്പെടാത്ത ഈ തെറ്റുകളെ നീ മാപ്പാക്കി തരണമേ അല്ലാഹ്, മാപ്പാക്കി തരണമേ അല്ലാഹ്. അതിന്റെ പേരിൽ നീ ഞങ്ങളെ ഐബാക്കാതെ, നാണം കെടുത്താതെ ദുനിയാവിലും ആഖിറത്തിലും വെച്ച് ഞങ്ങളെ ഇസ്സത്തിലും ഇഫ്ഫത്തിലും ആക്കണമേ തമ്പുരാനെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഐബ്, ഇത് അള്ളാഹു നാളെ വെളിപ്പെടുത്താതിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്നറിയോ? ആരുടെയും പിത്തനെയും പ്രസാദം പറയരുത്. ആരെ കുറിച്ചും രഹസ്യത്തിലും പരസ്യത്തിലും മോശം പറയരുത്. മോശം പറയരുത് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് പോലും
കുറ്റമായിട്ട് നമ്മളിൽപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറയാതെ ഇരുന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്തു തരും. ഇനി ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ പറയപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു ഒരുപാട് നന്മകൾ എഴുതി കൊടുക്കും. നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ ഇവന്റെ കിതാബ് ഇവന്റെ വലത് കയ്യിൽ കൊടുക്കും. നോക്കുമ്പോ എന്റെ വലത് കയ്യിൽ ഞാൻ വ്യഭിചരിച്ച് നടന്നവനാണല്ലോ നാട്ടിൽ. അള്ളാഹ് വല്ലപ്പോഴൊക്കെ ഒന്ന് നിസ്കരിക്കുമ്പോൾ തക്കം കിട്ടുമ്പോൾ മെല്ലെ മതിലാടുന്ന ആളാ. എനിക്ക് പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടി? നീ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് പേര് നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, നീ അറിയാതെ. ആ ആക്ഷേപിച്ചത് മുഴുവനും അള്ളാഹു നിനക്ക് നന്മയായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ ഭാഗ്യം. അതുകൊണ്ട് വെറുതെ നമ്മൾ നിസ്കരിച്ച് ഇബാദത്തെടുത്ത് വല്ലവനും മതിലിയാടാൻ പോകുന്ന കാര്യമൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. ഇത് മുഴുവനും അവന്റെ പക്കലിലേക്ക് പോകും. അവസാനം നമുക്ക് ആഖിറത്തിൽ ചെല്ലുമ്പോൾ വട്ടപൂജയായിരിക്കും, ഒന്നും കാണൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരുടെ കാര്യം പറയാൻ പോണ്ട. രഹസ്യത്തിലും പരസ്യത്തിലും ആരുടെ ഐബും നമ്മൾ പറയരുത്. ഐബും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാളെ രക്ഷപ്പെടും. അവൻ ചിലപ്പോൾ വിചാരിയായിരിക്കും, അവൻ നാളെ രക്ഷപ്പെടും. അപ്പൊ അൽ മുസ്റു അല സിന, തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ വ്യഭിചാരി സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ നമ്മാം, നമീമത്തുകാരൻ, അത് ഞാൻ അവിടെ പറഞ്ഞാണ് സൂചിപ്പിച്ചാൽ, ICS അതിനെ കുറിച്ച് സൂചിപ്പിച്ചാൽ, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വല ശുർത്തി, പോലീസുകാർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഞാനല്ല പറയുന്നത്, നബീന റസൂലുള്ളാഹി. എന്താ? അഹങ്കാരികളായ, ആവശ്യമില്ലാതെ അനീതിക്ക് അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന പോലീസുകാരാണ്. അല്ലാതെ ഇനി പോലീസുകാരായ മുസ്ലിങ്ങൾ ഇപ്പൊ നാളെ നിങ്ങൾ രാജിവെക്കാൻ പോണ്ട. നിങ്ങൾ കൈക്കൂലി വാങ്ങാതെയോ മാന്യമായിട്ട് നീതിക്ക് വേണ്ടി ആയിട്ട് നിങ്ങൾ കൂട്ടുനിന്നാൽ, നീതിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ, അതിനുവേണ്ടി നിങ്ങൾ അതിന് കഷ്ടപ്പെട്ടാൽ അള്ളാന്റെ ഭാഗത്ത് നിന്ന് നല്ല കൂലി കിട്ടും. അതല്ല അക്രമപരമായി, അനാവശ്യമായി, അധർമ്മപരമായി മറ്റൊരാളുടെ പേരിൽ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ട് ആവശ്യമില്ലാതെ നിങ്ങൾ ഈ വേഷവും ധരിച്ചിട്ട് ഈ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട്, ഈ ഒരു പദവിയിൽ ഇരുന്നിട്ട് നിങ്ങൾ പാവപ്പെട്ട സമുദായത്തെ ആക്രമിക്കാനാണ് നിങ്ങളുടെ പരിശ്രമമെങ്കിൽ വടി കൊണ്ട് അടിക്കുന്ന, ചാട്ടവാറ കൊണ്ട് അടിക്കുന്ന ഒരു വിഭാഗം നാളെ നരകത്തിലാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചത് ഈ വിഭാഗമായിരിക്കും. ഈ അക്രമികളായ പോലീസുകാരാണ്. അക്രമികളായ പോലീസുകാർ. നല്ല പോലീസുകാരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഹദീസാണ്. വല ശുർത്തിയു, ഇങ്ങനെയുള്ള ശുർത്തി പോലീസ് സ്വർഗത്തിൽ പ്രവേശിക്കൂല. മനസ്സിലായില്ലേ? മാന്യമായിട്ട് കൈകാര്യം ചെയ്യാം, കുഴപ്പമില്ല. കുറ്റവാളിയെ അടിക്കാം, പക്ഷെ അത് നോക്കൂലല്ലോ. കുറ്റവാളിയെ നോക്കൂലല്ലോ, വെച്ച് ചുമ്മാ താങ്ങലല്ല ആരെങ്കിലും. വല ശുർത്തി. വലൽ മുഖന്നസ്, ആണും പെണ്ണും വേഷം കെട്ടുന്നവർ. വലൽ മുഖന്നസ്, ആണും പെണ്ണും വേഷം കെട്ടുന്നവർ. വല ദുയൂസ്, പെണ്ണ് ദുഷിച്ച നടപടിയുമുള്ള പെണ്ണാണ്, ദുർനടപടിക്കാരിയായ പെണ്ണാണ്. ഈ പെണ്ണ് മോശമായ സ്വഭാവത്തിൽ തന്റെ ഭാര്യ നടക്കുന്നത് വ്യക്തമായിട്ട് തന്റെ ഭർത്താവിനറിയാം. ഈ ഭർത്താവ് അറിഞ്ഞിട്ട് മിണ്ടാതെ മൗനം സമ്മതം കണ്ണുടച്ചിട്ട് ആ വീട്ടിൽ വരാനും അവളോടൊപ്പം ശയിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏതൊരു ഭർത്താവാണോ, ഇന്നല്ലാഹ കതബ അലാ ബാബിൽ ജന്ന അൻത ഹറാമുൻ അലാ ദുയൂസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കും, ദുയൂസിന്റെ മേൽ നീ ഹറാമാണ്, നിനക്കൊരു കാരണവശാലും ദുയൂസിങ്ങളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. ഭാര്യയുടെ ദുർനടപടി കണ്ടിട്ട് അവളെ ശകാരിക്കാതെ, അവളെ താക്കീത് ചെയ്യാതെ, അവളെ ഒഴിവാക്കാതെ അവളുമായുള്ള ശാരീരിക ബന്ധത്തിന് സകലമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർ നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയുണ്ട് എത്രയോ സംഭവം. നമ്മുടെ ഭർത്താക്കന്മാരുടെ അനുവാദത്തോടു കൂടിയൊക്കെ വീട്ടിൽ വരിക, അവിടെ താമസിക്കുക, അവിടെ ഒന്ന് കുത്തിയിരിക്കുക, സെർവ് ചെയ്യുക. ഗൾഫിലൊക്കെ പോകുമ്പോൾ അയൽവക്കക്കാരനെ ഏൽപ്പിച്ചിട്ട് അളിയാ സബീറ നീ നോക്കിക്കോണേ അളിയാ, നമ്മള് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നീ അവർക്ക് വേണ്ട സഹായം. അവൻ നല്ല നീയത്തോടു കൂടിയായിരിക്കും പറഞ്ഞ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമല്ല, പിന്നെ ആശുപത്രി കേസൊക്കെ ഒന്ന് സഹായിക്കോ, വല്ല പച്ചക്കറിയോ വാങ്ങായോ, എന്തെങ്കിലുമൊക്കെ തേങ്ങായോ മാംസമോ മത്സ്യമൊക്കെ വന്നാലും വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ 5-6 മാസം അങ്ങനെ വാങ്ങിക്കൊടുത്ത് അവർ തമ്മിൽ വലിയ മഹബത്തായി. പിന്നെ എല്ലാ മാംസവും തമ്മിലുള്ള ബന്ധങ്ങളായി മാറും. അവസാനം ചർച്ച ചെയ്യണം. അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താരാ? ഉണ്ടിക്ക് പൈസ അവിടുന്ന് അയക്കും ഓരോരുത്തന്മാര്. എന്നിട്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് താത്തയുടെ നമ്പരും മേടിച്ചോണ്ട് പോകും. പിന്നെ അവര് തമ്മിൽ ഉണ്ട ഇടാൻ തുടങ്ങും. അവസാനം അവര് തമ്മിലായി. പിന്നെ എത്ര സംഭവം, തലാക്ക് വരായിട്ടില്ലേ? എത്രയോ സംഭവങ്ങൾ. എന്തിനങ്ങനെ എടുക്കണം? ആണുങ്ങളുള്ള വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറയണം, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ. അത് പിന്നെ ശരിയാ, മാമി അറിയാതെ കൊണ്ടുവരണമെന്നാ വിളിച്ചു പറയുന്നത്. മാമ അറിയല്ല പൈസ കൊടുത്തു വിടുന്നത്, മാമയുടെ കൈ കൊടുക്കണമെന്ന് പിന്നെ എങ്ങനെ നമ്മൾ പറയും? മാമ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1 രൂപ പോലും കിട്ടൂല, അതുകൊണ്ട് മാമയുടെ കയ്യിൽ കൊടുക്കില്ല. എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ കൊണ്ടോ, ഞാൻ എവിടെ വേണേലും വന്നിക്കാം. അങ്ങനെ ശരിയാ സംഭവം.
കിട്ടിയാൽ 50,000 റുപ്യ അയച്ചാൽ 30,000 രൂപ കൊടുക്കും, 20 രൂപ അത്തം മുക്കും. അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കല്ലേ, നേരെ എൻ്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഡോർ ടു ഡോറുകാരൻ വന്നിട്ട് അവന്റെ വീട്ടിൽ നിന്നാ ഫോൺ വിളിക്കുക. ഡോർ ടു ഡോറുകാരൻ സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നാ ഫോൺ വിളിക്കുക. എന്താ അവനെന്താ വിളിച്ചാൽ അവന്റെ മൊബൈൽ എന്തിനാ ഹിക്കുമത്ത് അറിയോ? എന്റെ ബാലൻസ് തീർന്നു പോയി, ഫോൺ തരാം, ഒരു കോള് വിളിക്കാനാണ്. ബാലൻസ് ഇല്ലാത്തവനാണ് ഡോർ ടു ഡോർ വാട്ടിങ് നടക്കുന്നത്. അവൻ വിളിച്ചു, അവന്റെ ഫോണിൽ എപ്പോഴും പൈസ കമ്പനി ഇട്ട് കൊടുക്കുന്ന. എന്തിനറിയോ? വിളിച്ച് ഇങ്ങനെ പറയാൻ, എവിടെ ഞങ്ങൾ ഇവിടെ തിന്നടത്തെത്തി, എവിടെ നിങ്ങളുടെ സൈറ്റ് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്ന് വിളിച്ചു പറയാൻ വേണ്ടി എപ്പോഴും അവന്റെ ഫുൾ മൊബൈലിൽ പൈസയാ. ഇത് നമ്മുടെ മന്ദബുദ്ധികളായ പെണ്ണുങ്ങളെടുത്ത് വന്നിട്ട് പറയും, ആ ഫോണും വരുമോ, എനിക്ക് ബാലൻസ് ഇല്ല, അത്യാവശ്യം അടുത്ത സാധനം ഇവിടെ ഒരു വീടില്ലാണ്, ഒന്ന് കൊടുക്കാനോ, ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. എന്നാ വിളിച്ചോ, കോള് കൊടുത്ത് മന്ദബുദ്ധി സംഭവം. ഞാൻ നമ്പർ ഇട്ടി, പിന്നെ അവർ തമ്മിലായി സംഭവം. ഇത്ര സംഭവം. അപ്പൊ ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നവർ നമ്മുടെ ഭർത്താവല്ലേ. അവസാനം ആ പെണ്ണ് വഴിയാതാരാവുമ്പോ ഈ ഭർത്താവ് എന്ത് ചെയ്യും? എനിക്ക് അവളെ വേണ്ട, അവളെന്തിനാ അങ്ങനെ ചെയ്യും? ഇതിനുള്ള വഴിയൊരുക്കി കൊടുത്തതാര്? കേബിളുകാരനെ വീട്ടിനകത്ത് പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതാര്? പ്ലംബിംഗുകാരൻ, ഇലക്ട്രിക്കൽക്കാരൻ, ഇവർക്കൊക്കെ പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ കടന്നു വരാനും പ്രവേശിക്കാനും അവിടെ വന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താര്? ഭർത്താവ് ഗൾഫിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, നേരടാ വീട്ടിൽ പോട്ട്, സുബേര ആ വീട്ടിൽ പോട്ട് എല്ലാം ചെയ്തു കൊടുക്കും, അവള് മാത്രമേ ഉള്ളൂ, നീ ഒന്നും അവള് ലൈറ്റില്ല, കറണ്ടില്ല, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, മിക്സി വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വിളിയോട് വിളിയാറ്, നീ ഒന്ന് പെട്ടെന്നൊന്ന് പോയെന്ന് ശരിയാക്കി കൊടുക്കാന്ന് പറയും. എല്ലാം അവൻ ശരിയാക്കിയിട്ടേ വരത്തുള്ളൂ. എല്ലാ കണക്ഷനും അവൻ വിച്ഛേദിച്ച് മൊത്തം അതിനെ ചേർത്ത് വെച്ചിട്ട് വരുള്ളൂ. അതാണ് നമ്മുടെ ശ്രുതികൾ. ഇവനാണ് മൊയ്തീൻ, ഒറിജിനൽ മൊയ്തീൻ. ശരിയല്ലേ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അത് വഴികൾ നമ്മളാണ് തുറന്നു വെക്കുന്നത്. അതുകൊണ്ട് ഭാര്യമാര് ഇടങ്ങേറാവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർക്ക് സ്വർഗപ്രവേശനം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കും. ഇല്ല, പ്രവേശനമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കുടുംബ ബന്ധം മുറിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശനമില്ല. 10 ഹജ്ജ് ചെയ്തവനായിരിക്കും, 100 ഉംറ ചെയ്തവനായിരിക്കും, ലോഡ് കണക്കിന് അരിയും ഗോതമ്പ് റമദാൻ മാസത്തിൽ നീ ഇറക്കി കൊടുക്കുന്നവനായിരിക്കും, ലോഡ് കണക്കിന് ഈത്തപ്പഴം നീ സദഖ ചെയ്യുന്നവനായിരിക്കും, നോമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നവനായിരിക്കും, നീ സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കും. നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവരെ അവരെ പരിഗണിക്കാതെ, അവരോട് സലാം പറയാതെ, അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാതെ നീ എത്ര ഇബാദത്തെടുത്ത് നമസ്കരിച്ചാലും അള്ളാഹുവിന്റെ ദർബാറിൽ നീ ഏറ്റവും വലിയ ദ്രോഹിയാണ്, ഏറ്റവും വലിയ അഹങ്കാരിയാണ്, ഏറ്റവും വലിയ ധിക്കാരിയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, കുടുംബ ബന്ധം മുറിച്ചിട്ട് അവരുമായി ബന്ധം സ്ഥാപിക്കാതെ മരിച്ചുപോയവനെ ലാ യസ്കുനു ഫീകി, ഈ സ്വർഗ്ഗത്തിൽ അവനെ ഞാൻ പ്രവേശിപ്പിക്കൂല. അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? കുറഞ്ഞ കണിയല്ലാതെ, കുറഞ്ഞ പരിപാടിയല്ലാതെ. അതുകൊണ്ട് എല്ലാവരും ബന്ധങ്ങൾ നിലനിർത്തിക്കും. ബന്ധം മുറിച്ചു കളഞ്ഞാൽ സ്വർഗ്ഗപ്രവേശനം. ഇതിലൊന്നും നിസ്കാര വിഭാഗം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിസ്കാര ഇബാദത്ത് തഖ്വയുള്ളവന്റെ അടയാളമാണ്. നമസ്കാരം നിലനിർത്തുന്നവൻ കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിക നിയമം. കുടുംബബന്ധം മുറിച്ചവൻ എന്ത് നിസ്കാരം, അവൻ എന്ത് തഖ്വ? സിലു വർഹാമകും വലൗ ബിസ്സലാം, ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കുടുംബബന്ധം കൂട്ടിയിണക്കണമേ. ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിന്റെ മാതാപിതാക്കൾ ഒരു കാഫിറത്തായ മാതാപിതാവാണ്, മുശ്രിക്കത്താണെങ്കിൽ പോലും അവരോട് പോയി ഖിദ്മത്ത് ചെയ്ത്, അവർക്ക് നന്മകൾ ചെയ്ത്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിന്റെ മാതാവോ പിതാവോ അമുസ്ലിമായിരിക്കട്ടെ, അവരോട് പോലും കരുണയും അവരോട് പോലും ദയയും ഉദാരതയും കാണിക്കണമെന്നാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക്. അവരോട് ദയ കാണിക്കണമെന്നാണ് പഠിപ്പിച്ചത്. അത് മുശ്രിക്കത്തല്ല. നമുക്ക് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ സദഖയുടെ കൂലിയാണ്. ശിർക്ക് വെക്കുന്ന ഈമാൻ അത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്, അത് നമ്മൾ നോക്കണ്ട. പക്ഷെ നിന്റെ മാതാവോ പിതാവോ അമുസ്ലിം ആണെങ്കിൽ നീ അവരെ സഹായിക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ മുസ്ലിമായി ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ നമ്മുടെ മാതാവിനോടോ, നമ്മുടെ ഭാര്യയുടെ പിതാവിനോടോ, ഭാര്യയുടെ ഉമ്മയോടോ, ഭാര്യയുടെ കുടുംബക്കാരോടോ, ജ്യേഷ്ഠന്മാരോടോ, സഹോദരങ്ങളോടോ, സഹോദരിമാരോടോ, അവരുടെ കുടുംബക്കാരോടോ സംസാരിക്കാതിരിക്കുന്നതിൽ എന്ത് ന്യായം? വല്ലാഹി സത്യം, അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന കുടുംബക്കാരൻ ലാ യസ്കുനു ഫീ, ഞാൻ അവരെ നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു സ്വർഗത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നടക്കൂല, ഒരു കാരണവശാലും പ്രവേശിക്കില്ല സ്വർഗത്തിൽ. അതുകൊണ്ട് വെറുതെ വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. പോയി നാളെ തന്നെ സലാം പറഞ്ഞാൽ
സ്വർഗത്തിൽ സലാം പറഞ്ഞു. നിനക്ക് കൂടുതൽ സാധിക്കാനൊന്നും വയ്യായോ? വേണ്ട, അസ്സലാമു അലൈക്കും എന്തെങ്കിലും എന്റെ ഭാഗത്ത് വന്നിട്ട് മാപ്പാക്കണം കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പോയിക്കോ, തീർന്നു, മതി. നീ വല്ലപ്പോഴൊക്കെ നീ ഒന്ന് കാണുമ്പോൾ ഒരു സലാം പറഞ്ഞാൽ മതി. ഓ മതി, അൽഹംദുലില്ലാഹ്, അത്രയെങ്കിലും മതി. മിണ്ടാതിരിക്കാൻ പാടില്ല സ്വർഗത്തിൽ പോണെങ്കിൽ. ഇനി ഒരാളും കൂടെ ഉള്ളൂ. ولا على الذين يقولون على عهد الله إلا مفعل كذا وكذا ثم لم يفي به أو كما قال رسول الله. അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ ദർബാറിൽ അവൻ പ്രതിജ്ഞ എടുക്കുകയാ, പടച്ചവനെ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല അല്ലാഹ്, പടച്ചവനെ മദ്യപിക്കില്ല അല്ലാഹ്, അല്ലാഹുവേ ലോട്ടറി എടുക്കില്ല നാദാ, വ്യഭിചരിക്കില്ല അല്ലാഹ്, ഇനി നമസ്കാരം നിലനിർത്താം റബ്ബേ, പലിശ വാങ്ങുകയോ കൊടുക്കുകയോ തിന്നുകയോ കൂട്ടുനിൽക്കുകയോ ഇല്ല അല്ലാഹ്, ഒരാളെയും പരിഹസിക്കുകയില്ല റബ്ബേ, ഒരാളെയും ആക്ഷേപിക്കുകയില്ല അല്ലാഹ്, ഒരാളെയും നിന്ദിക്കുകയില്ല അല്ലാഹ്, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ ഇവൻ പ്രതിജ്ഞ എടുത്തിട്ട് ആ പ്രതിജ്ഞയെ മുറിച്ചു കളയുന്നവൻ ആരാണോ, സുമ്മലം യഫിബിഹി, അത് പൂർത്തിയാക്കാത്തവന് സ്വർഗപ്രവേശനമേ ഇല്ല. 8 വിഭാഗത്തിന് സ്വർഗം കൊടുക്കൂല അല്ലാഹ്. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്താതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് നരകം. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ തള്ളിയാൽ പിന്നെ പോയി വീഴുന്നത് എവിടെയാ? നരകം. അല്ലാഹു അക്ബർ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹബീബായ തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വിശ്രമിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാ, ജിഅ്തുക ഫീ സാഅത്ത്, നബിയേ അങ്ങയുടെ അരികിലേക്ക് ഞാൻ വന്നത്, ഞാൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന വഴിയിൽ അമറല്ലാഹു തആല ബിമനാഫിഖിന്നാർ أن تنفخ فيها. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് വന്ന ജിബ്രീലിനെ കണ്ടിട്ട്, മാലി അറാക മുതഗയ്യിറുൽ ലൗൻ, ജിബ്രീലേ നിന്റെ സ്വഭാവത്തിന്, നിന്റെ ശരീരത്തിന്റെ ഘടനയ്ക്ക്, മുഖത്തിന്റെ ഭാവത്തിന് വല്ലാത്ത വ്യത്യാസം വന്നിരിക്കുകയാണ്. മാലി എന്താണ് സംഭവിച്ചത് ജിബ്രീലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഹദറത്തിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഞാൻ പോയി. അപ്പോൾ അല്ലാഹു നരകത്തിനെ ഊതുന്ന മലക്കുകൾ, നരകത്തിനെ കത്തിക്കുന്ന മലക്കുകളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുകയാണ്, അൻ തൻഫുഖ ഫീഹാ, ആ നരകത്തിന്റെ തീ കെട്ടുപോകാതെ, അണഞ്ഞു പോകാതെ അതൊന്ന് ഊതിക്കൊടുക്കണേ, അതൊന്ന് ഊതിക്കൊടുക്കണേ എന്ന് മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് മുഹമ്മദേ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ എത്തിയത്. അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടു ഹബീബേ. അല്ലാഹു ആ മലക്കുകളോട് പറയുകയാണ്, 1000 വർഷം ആ നരകത്തെ ഒന്ന് കത്തിക്കണേ മലക്കുകളെ. 1000 വർഷത്തോളം ആ മലക്കുകൾ നരകത്തെ ഊതി കത്തുകയാണ്. ഹത്താ യഹ്മറത്ത്, ആ നരകം ചുവന്നു തുടുക്കുകയാണ്, ചുവന്നു തുടുക്കുകയാ. അങ്ങനെ തുടുത്ത് അതിന്റെ ചൂടിന്റെ കാഠിന്യം അധികരിക്കുകയാണ്. നിർത്തുന്നില്ല. അല്ലാഹു വീണ്ടും ആ മലക്കുകളോട് പറയുകയാണ്, ഊതണേ 1000 വർഷം. വീണ്ടും മലക്കുകളെ ആ നരകത്തെ ഊതാൻ കൽപ്പിക്കുകയാണ്. അത് വെളുത്തു വരുന്നത് വരെ ആ നരകത്തിന്റെ മേൽ മലക്കുകൾ ഊതിക്കൊണ്ടേയിരിക്കുകയാണ്. തീർന്നില്ല. 3ാമതും മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, മലക്കുകളെ വീണ്ടും നിങ്ങൾ 1000 വർഷം ആ നരക കൊണ്ടാരത്തിൽ കത്തിക്കണമേ. ആ തീ കെട്ടുപോകാതെ, അണഞ്ഞു പോകാതെ ഊതിക്കൊണ്ടിരിക്കണമേ എന്ന് മലക്കുകളോട് അല്ലാഹു പറയുമ്പോ അവർ ഊതുകയാണ്. അത് കറുത്തുപോയി. അത് വല്ലാത്ത ഒരു ഇരുട്ട് പോലെയായി മുഹമ്മദേ. അത് വല്ലാത്ത ഒരു അന്ധകാരം നിറഞ്ഞ വസ്തുവായി മാറി. ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് വിറച്ചു വന്ന, വിയർത്തു വന്ന ഹബീബായ തങ്ങളുടെ തോഴനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ഇത് മാത്രം പറയുമ്പോ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, സിഫ്ലി
യാ ജിബ്രീൽ, ഒന്ന് വിശദീകരിക്കുമോ ജിബ്രീലേ, ഒന്ന് വിശദീകരിക്കുമോ ജിബ്രീലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഹബീബായ റസൂലുള്ളാഹി നരകത്തെ കുറിച്ച് കേൾക്കാൻ ആവേശത്തോടെ നിൽക്കുന്ന വേളയിലാണ് ഹബീബായ തങ്ങളോട് ജിബ്രീൽ വിവരിച്ചു കൊടുക്കുന്നത്. ലാ യന്തഫി ലഹബുഹാ വലാ ജമറുഹാ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയിൽ 1000 വർഷമാണ്. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കൽഫി സനതിൻ മിമ്മാ തഉദൂൻ. ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ എണ്ണുന്ന 1000 വർഷമാണ്. അങ്ങനെ 1000 വർഷമാകുമ്പോ ഒരു ദിവസം എത്തിയാൽ അങ്ങനെ ഓരോ മാസവും ഓരോ വർഷവുമായി 1000 വർഷം ആഖിറത്തിന്റെ 1000 വർഷം വച്ചുകൊണ്ടാണ് ആ നരകം കത്തിക്കുക എന്ന് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേൾക്കുകയാണ്. യാ മുഹമ്മദ് വല്ലദീ ബഅസക ബിൽ ഹഖ്. ഏതൊരു സത്യസന്ധമായ ദൗത്യവുമായി ഏതൊരു റബ്ബ് അങ്ങയെ ലോകത്തേക്ക് നിയോഗിച്ചുവോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയട്ടെയോ. വലൗ അന്ന ഖിർമ ഇബ്റാത്തിൻ ഫുതിഹ മിൻഹാ ലഹതറഖ അഹ്ലുദ് ദുനിയാ വമാ ഫീഹാ മിൻ ശിദ്ദതി ഹർരിഹാ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ വിശദീകരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലേ, നരകത്തിന്റെ ദ്വാരം ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ അംശത്തോളം നരകത്തിന്റെ വാതിലെങ്ങാനും തുറക്കപ്പെട്ടാൽ വലൗ അന്ന ഖിർമ ഇബ്റത്തിൻ ഫുതിഹ മിൻഹാ, ഒരു സൂചിയുടെ ദ്വാരം പോലെ നരകത്തിന്റെ ഭാഗത്ത് എവിടെ നിന്നെങ്കിലും ഒന്ന് തുറക്കപ്പെട്ടാൽ ലഹതറഖ അഹ്ലുദ് ദുനിയാ വമാ ഫീഹാ മിൻ ശിദ്ദതി ഹർരിഹാ. അതിന്റെ കൊടും ചൂടിന്റെ കാഠിന്യത്താൽ ഈ ആകാശഭൂമികൾക്കിടയിലുള്ളത് സകലമാനതും കത്തി നശിച്ചു പോകും. മുഹമ്മദേ മുഹമ്മദേ. ഫബകാ റസൂലുള്ളാഹി തബീലാ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ ദീർഘനേരം കരയുകയാണ്. ഹബീബായ തങ്ങളുടെ മുന്നിൽ നിർത്തുന്നില്ല. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. വലൗ അന്ന സൗബൻ മിൻ അസ്വാബി അഹ്ലിൻ നാർ ഉൽഖ മാ ബൈന അസ്സമാഇ വൽ അർദ് ലഅഹ്തറഖ അഹ്ലുദ് ദുനിയാ മിൻ തിനി ഹർരിഹാ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, നരകാവകാശികളുടെ ശരീരത്തിൽ ധരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രങ്ങളിൽ ഒരു ചെറിയ വസ്ത്രമെങ്ങാണ് ഈ ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് അള്ളാഹു പ്രദർശിപ്പിച്ചാൽ ഈ ആകാശഭൂമികൾക്കിടയിലുള്ള സകലമാന മനുഷ്യരും ജീവികളും വസ്തുക്കളും കരിഞ്ഞു പോകും. മുഹമ്മദേ മിന്നത്തിനി റിഹിഹാ. ആ വസ്ത്രത്തിന്റെ ദുർഗന്ധം കാരണത്താൽ, ആ നരകാവകാശിയെ ധരിപ്പിക്കുന്ന വസ്ത്രത്തിന്റെ ദുർഗന്ധത്താൽ ആകാശഭൂമികൾക്കിടയിലുള്ള സകലമാന വസ്തുക്കളും നശിച്ച് കരിഞ്ഞ് ചാമ്പലാകുമെന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ലൗ അന്ന ദിറാഅൻ മിനസ്സലാസില, നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഒരു ചെറിയ വളയമെങ്ങാനും ലൗ അലാ ജിബാലി ദുനിയാ, ഈ ദുനിയാവിന്റെ പർവ്വതത്തിന്റെ മുകളിൽ എങ്ങാനും വെച്ചാൽ ലദാബത് മിൻ ശിദ്ദതി ഹർരിഹാ ഹത്താ തബ്ലുഗൽ അർള സാബിആ.
ഒരു ചെറിയ വളയമെങ്ങാനും ഒരു ചെറിയ കണ്ണിയെങ്ങാനും ആ നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഈ ആകാശഭൂമികൾക്കിടയിലുള്ള ഏതെങ്കിലും പർവ്വത സ്ഥാനുക്കളുടെ മുകളിൽ വെച്ചാൽ മുഹമ്മദേ ലദാബത്ത് അത് ഉരുകി തകർന്നു പോകും മുഹമ്മദേ. എത്രത്തോളം എന്ന് വെച്ചാൽ ഏഴാമത്തെ ഭൂമിയുടെ അടിത്തട്ട് വരെ ഉരുകി പോകും മുഹമ്മദേ. ഹർറുഹാ ശദീദ് വഖഅറുഹാ ബഈദ് വഖഅറുഹാ ബഈദ് വഹുലിയുഹാ ഹദീദ് വശറാബുഹാ സദീദ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദരവായ നബി തങ്ങളോട് പറയുകയാണ്, മുഹമ്മദേ അതിന്റെ ചൂട് കഠിനമാണ്, കഠിനമാണ്, കഠിനമാണ്. ഹർറുഹാ ശദീദ് വഖഅറുഹാ ബഈദ് അതിന്റെ ആഴം വല്ലാത്ത ദൂരമാണ്, വല്ലാത്ത ദൂരമാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞില്ലേ, മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നപ്പോ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഹബീബായ തങ്ങളുടെ സഹാബത്ത് ചോദിച്ചു, സഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ വജ്ബാ, ഈ ശബ്ദം എന്തെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹാദാ ഹജറുൻ, ഇതൊരു കല്ലാണ് സഹാബത്തേ, അൽഖമഹുല്ലാഹു അന്നാർ ഖബല 70 ഖരീഫാ ഫൽആന ഹീന ഇൻതഹാ ഇലാ ഖൈരിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. 70,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ്. ഇപ്പോഴാണ് ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഈ കല്ല് വന്ന് വീണത്. അത് പതിച്ചതിന്റെ ശബ്ദമാണ് സഹാബ. അതാണ് ജിബ്രീൽ പറഞ്ഞത്, ഖറുഹാ ബഈദ് അതിന്റെ ആഴം ദുർഘടമാണ്, അത് വല്ലാത്ത ആഴമുള്ളതാണ് മുഹമ്മദേ. വഹമീമുഹാ സദീദ് അതിലുള്ള വെള്ളമോ അതെല്ലാം ചൂടുള്ളതാണ്, അത് ചീഞ്ചലമാണ്, അത് ചോരയാണ്, ചോരയാണ്. നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചീഞ്ചലമാ. വഹുലിയുഹാ ഹദീദ് ആ നരകാവകാശികൾക്ക് ധരിപ്പിക്കപ്പെടുന്ന അണിയിക്കപ്പെടുന്ന ആഭരണങ്ങളോ അത് നരകത്തിന്റെ ആഭരണങ്ങളാണ്, അത് ഇരുമ്പിന്റെ ആഭരണങ്ങളാ, അത് ചുട്ടുപൊള്ളുന്ന ആഭരണങ്ങളാണ്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. ആ നരകാവകാശികൾ ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവൻ നിലവിളിക്കുമ്പോ അവന്റെ കണ്ണുനീര് കണ്ട് മലക്കുകൾക്ക് പോലും ദയയില്ല. അവന്റെ കണ്ണുനീര് വറ്റിപ്പോകുമ്പോ അവന്റെ കണ്ണ് തന്നെ അടർന്ന് നരകത്തിലേക്ക് വീഴുകയാണ്. ആ കണ്ണുനീര് വറ്റി, ആ കണ്ണിന്റെ രക്തമും വറ്റി, അവസാനം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഉരുകി നരകത്തിലേക്ക് വീഴുമ്പോ അവൻ വികൃത കോലത്തിലായാൽ പോലും ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു അവൻ മരിച്ചു പോകട്ടെ എന്ന് അല്ലാഹു വിധിക്കുകയില്ല മുഹമ്മദേ. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ അവന്റെ നരകത്തിന്റെ ശിക്ഷ അല്പം പോലും അല്ലാഹു കുറയ്ക്കുകയേ ഇല്ല മുഹമ്മദേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കേട്ട മാത്രയിൽ ഫഖറ റാകിഅ ഫഖറ സാജിദാ ഫഖറ മഗ്ശിയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്ത് റുകൂ ചെയ്ത് ഹബീബായ തങ്ങളുടെ ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയി. കഫാക യാ ജിബ്രീൽ, കഫാക യാ ജിബ്രീൽ, നിർത്തണേ ജിബ്രീലേ, ഇനി ഇത് കേൾക്കാൻ എനിക്ക് യാതൊരു കഴിവുമില്ല ജിബ്രീൽ. അതല്ലേ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ ഹബീബായ തങ്ങൾ മദീന പള്ളിയുടെ പുറത്തേക്ക് കടന്നു വന്നപ്പോ സഹാബാക്കൾ ഇരുന്ന ദുനിയാവിന്റെ ചർച്ചയിലാണ്.
അള്ളാന്റെ റസൂല് വികാരത്തോടെ അവരുടെ മുന്നിലേക്ക് പോയി നിന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ചിരിക്കുകയാണ്, അൻതും തതഹദ്ദസൂൻ വതൽഹഖൂൻ വതൽഅബൂന വറാഅകും ജഹന്നം വല്ലാഹി ലൗ തഅലമൂന മാ അലമു ലളഹിക്തും ഖലീലാ വലബഖൈതും കസീറാ. നിങ്ങൾക്ക് രസമാണ്, നിങ്ങൾക്ക് വിനോദമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് ആഹ്ലാദമാണ്, ദുനിയാവിൽ നിങ്ങൾ ആനന്ദിക്കുകയാ. ഒന്ന് തിരിഞ്ഞു നോക്കണേ, വറാഅകും ജഹന്നം, നരകമാണ് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. സഹാബ, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞതുപോലെ നരകത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീലാ വലബഖൈതും കസീറാ. കുറച്ച് മാത്രമേ നിങ്ങൾ കരയുകയുള്ളൂ സഹാബ, കൂടുതൽ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ സഹാബ, കൂടുതൽ നിങ്ങൾ കരയുമായിരുന്നു സഹാബ. വലമാ തലദ്ദതുമുൻ നിസാ അലാ ഫുർശികും, നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നിങ്ങൾ സുഖിച്ചുകൊണ്ട് നിങ്ങൾ ബെഡ്റൂമിൽ കഴിയുകയില്ല സഹാബ. വല ഖറജതും ഇലാ സഅദാ വല ഖറജതും ഇലാ സഅദാ തജറൂന ഇലല്ലാഹ് തജറൂന ഇലല്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുവേ ആരുടെ സഹായമാണ് ഞങ്ങൾക്കുള്ളത് നാഥാ, ഏതെങ്കിലും മരുഭൂമിയിലൂടെ ഓടുമായിരുന്നു. അല്ലാ അഭയം നൽകണേ, അല്ലാ അഭയം നൽകണേ അല്ലാ. ഭാര്യമാര് വേണ്ട, സുഹൃത്തുക്കള് വേണ്ട, താലോലിച്ച് വളർത്തുന്ന വാത്സല്യ മിത്രങ്ങള് നമുക്ക് വേണ്ട, അവരെല്ലാം അന്യമാണ് നാഥാ. യുൻജീകും മിൻ അദാബിൻ അലീം സുമ്മ യുൻജീ, ഈ നരകത്തിൽ നിന്ന് നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ. ആ നരകത്തെ ഞാൻ അറിഞ്ഞതുപോലെ, ഞാൻ കണ്ടതുപോലെ, ഏ സഹാബത്തെ, ഏ മുഹാജിരീങ്ങളെ, അൻസാരികളെ, ഏ മുസ്ലിം സമുദായമേ, ഭൗതിക സോപാനത്തിന്റെ അതിപ്രസരത്തിലൂടെ ഊളിയിട്ട് സഞ്ചരിക്കുന്നവരെ, ഒരു ദിവസം നമ്മുടെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന ചിന്ത പോലുമില്ലാതെയല്ലേ ഹറാമായത് കാണുന്നത്, ഹറാമായത് തിന്നുന്നത്, ഹറാമുമായി ബന്ധപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ അറിഞ്ഞതുപോലെ ഖബറിന്റെ നരകത്തിന്റെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ കൂടുതൽ നാള് ജീവിക്കാൻ ആഗ്രഹിക്കുകയില്ല, ഭാര്യമാരോടൊപ്പം സുഖലോലുപരാവുകയില്ല, നിങ്ങൾ ദുനിയാവിൽ യഥേഷ്ടം തിന്നു കുടിച്ച് കഴിയുമായിരുന്നില്ല, നിങ്ങൾ അല്ലാഹുവിലേക്ക് നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുമായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. അതിനുശേഷം മഹദിയായ ആയിഷ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഈ നരകത്തെ വിവരിച്ച ശേഷം ചിരിച്ചതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭയാനകതകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതാണ് നബി തങ്ങൾ നമുക്ക് താക്കീത് നൽകുന്നത്. നമസ്കാരത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ അല്ലാ, നരകത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ, ഖബറിന്റെ അദാബുകളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 5 നേര നമസ്കാരത്തിലും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് നരകത്തെ കുറിച്ച് ചോദിച്ചോ, നരകത്തെ കുറിച്ച് ചോദിച്ചോ. ആ നരകം എന്ന് പറയുന്നത് മഹാസംഭവമാണ്. അതിലേക്കെങ്ങാനും നമ്മൾ എത്തിപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തികളും നരകത്തെ ഓർത്തുകൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കണം. അപ്പൊ ഹറാമ് തിന്നാൻ തോന്നൂല, ഹറാമ് സംസാരിക്കാൻ തോന്നൂല, ഹറാമ് ചെയ്യാൻ തോന്നൂല, ഹറാമ് സമ്പാദിക്കാൻ തോന്നൂല. നരകം 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 നമ്മുടെ മുന്നിലാണ്. നരകം അത് ചൂടാണ്. ആ കടും ചൂടിന്റെ അടയാളമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ വിളവുകളും, എല്ലാ സമൃദ്ധമായ മേഖലകളും, എല്ലാ ജലാംശയങ്ങളും മുഴുവനും വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്, കുടിക്കാൻ ജലമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് ഗോഡ്സ് ഓൺ കൺട്രി, കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും,
എല്ലാ രസങ്ങളും എല്ലാ പ്രകൃതികളും എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു എടുത്തു കളയുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കൊടും ചൂടിൽ മനുഷ്യൻ സൂര്യാഘാതത്തിന്റെ പേരിൽ ദിവസം തോറും മനുഷ്യൻ പൊള്ളലേറ്റ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നരകത്തിന്റെ ഒരു നിശ്വാസമാണ്, അതിന്റെ ഒരു ഷോർട്ട് ട്രീറ്റ്മെന്റ് ആണ്, അതിന്റെ ഒരു സാമ്പിൾ ആണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നരകത്തിൽ നിന്ന് എപ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു കൊള്ളുക. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ആരെങ്കിലും നരകത്തിലേക്ക് വിധിക്കപ്പെട്ടാൽ അവന് നാശമാണ്, അവന് നാശമാണ്, അവന് നാശമാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. ഈ നരകത്തെയൊക്കെ വിശദീകരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, ഈ നരകമൊക്കെ ഉണ്ടല്ലോ, ഈ നരകം കത്തിക്കപ്പെടുന്നത് 3 പേരെ കൊണ്ടാണ്. നരകം കത്തിക്കപ്പെടുന്നത് 3 വിഭാഗം ആളുകളെ കൊണ്ടാണ്. അതിപ്പോ പറഞ്ഞാൽ തീരില്ല, അതെന്നെങ്കിലും എപ്പോഴെങ്കിലും അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.